ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആൾ? ഹൂ ദ ഫക്ക് ഈസ് ദിസ് ഗൈ? ഇയാൾ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒരുപാട് ആൾക്കാരെ നടത്തിയിട്ടുള്ള ആളാണ്. ഒരു പിമ്പാണ്, ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ്. പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് ഈ ലോകം കണ്ട ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഹണി ട്രാപ്പ് ബ്ലാക്ക് മെയിലിംഗ് ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്ത നടത്തിക്കൊണ്ടുപോയ ഒരാളാണെന്ന് പറയും. ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? അല്ലെങ്കിൽ ഈ കോൺസ്പിറസി ഓരോ ടീമുകൾ ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ തള്ളി മറിക്കുന്നതാണോ? കാരണം എന്തും വിളിച്ച് പറയാമല്ലോ. ഇതൊക്കെ തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? ഇതൊക്കെ ശരിക്കും ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇതൊരാളല്ലേ, ഒരാൾക്ക് ഇത്രയും വലിയ ഓപ്പറേഷൻ ഈ ലോകത്തുള്ള എല്ലാ ഈ സെലിബ്രിറ്റീസും ഈ ഗ്ലോബൽ എലീറ്റ്സ് എന്ന് വിളിക്കുന്ന ഇത്രയും ആൾക്കാരെ ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ്? ഇതൊക്കെ ചോദ്യമല്ലേ, ഇതൊക്കെ ചോദിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ കോൺസ്പിറസി ടീംസൊക്കെ പറയുന്ന പോലെ ആണോ ശരിക്കും കാര്യങ്ങൾ? പിന്നെ ഇപ്പോൾ അവസാനം ഇത് എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു മൊസാഡ് ഏജൻ്റാണെന്ന് പറഞ്ഞിട്ടാണ്. ആടാ ഇനി ഞാൻ ഏൽക്കാടാ, ഇത് അതുകൂടെ ഞാൻ ഏൽക്കാതെ എടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലിലായിരിക്കും ഇപ്പോൾ മൊസാഡുകാർ. കാരണം ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഇപ്പോൾ ഒരു ട്രെൻഡ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കാൻഡസ് ഓവൻസും ബാക്കിയുള്ള അങ്ങനത്തെ ടീമുകൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജ്യൂസിൻ്റെ അവിടെ എത്തിയിട്ടാണ് നിൽക്കുക. എന്ത് കോൺസ്പിറസി എടുത്താലും അവസാനം പറയും ഇവർ മൊസാഡാണ്, ഇവർ മറ്റേ സയനിസ്റ്റ് ടീംസാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ലെവലിലാണ് എത്തുക. പണ്ടോട്ടേ പറയുന്ന കാര്യമാണ് ഇയാൾ CIA ഒരു ബന്ധമുണ്ടെന്ന്. ഇപ്പം മൊത്തത്തിൽ അവസാനം അമേരിക്കക്കാർ തന്നെ ഇങ്ങനത്തെ ടീംസുകളൊക്കെ പറയുന്നത് ഇയാൾ പക്ക ഒരു മൊസാഡിൻ്റെ ആളാണ്. അതിൻ്റെ പ്രൂഫ് വരെ അവർ ഓരോന്നൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി പ്രൂഫൊന്നും അല്ല, അവരും ഇങ്ങനെ ഓരോ സബ്സ്റ്റാൻഷ്യൽ ഇങ്ങനെ എവിഡൻസ് ആണ്, ഇത് ഇങ്ങനെയാണ് ബന്ധം, അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്കും ഇപ്പം അങ്ങനെയല്ലേ നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇപ്പോൾ കേസ് ഡയറി എടുത്ത് വായിക്കാനൊന്നും പറ്റില്ലല്ലോ. കേസ് ഡയറി അവരുടെ അമേരിക്കക്കാർക്കേ കിട്ടുന്നില്ല, പിന്നെ നമുക്ക് എങ്ങനെ കിട്ടുക? എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ ആരാണ് എപ്സ്റ്റീൻ? ഇയാൾ എന്താ ചെയ്തത്? എന്താണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്? ഇയാൾ ഇത്ര വലിയൊരു ഡാർക്ക് മനുഷ്യനാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഇയാൾ വെറുതെ ഇങ്ങനെ ആൾക്കാർ ഒളിക്യാമറ വെച്ച് ഈ ആൾക്കാരുടെ ഈ എന്താ പറയുക ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തിയ ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒളിക്യാമറ വെച്ച് എടുത്ത് അതിനെ കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരിനെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച ആളാണോ? ഇതൊക്കെ ഉള്ളതാണോ? എന്താ സംഭവം? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ ഉള്ളതായിരിക്കുമോ എന്നൊരു ഡൗട്ട് ഇപ്പം തന്നെ മനസ്സിലുണ്ടാവും. കാരണം ഇതൊക്കെ ഇത്രയും കാര്യം കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. അത് ആ ഒരു സംഭവം ഒരു 10 മിനിറ്റ് കാര്യമേ ഉള്ളൂ. അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കിത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ജെഫ്രി എപ്സ്റ്റീനെ ഇയാൾ ആദ്യം ഒരു തവണ അറസ്റ്റ് ആയിട്ടുണ്ട്. അത് വേറെ കേസിനാണ്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇയാൾ രണ്ടാമത് തവണ അറസ്റ്റിലായത് ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിനാണ്. ഇയാളുടെ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ ഒരുപാട് പെൺകുട്ടികളെ, പ്രായപൂർത്തിയാവാത്തവരെന്നെയാണ് മെയിനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി കുറേ ആൾക്കാർക്ക് അവരുടെ ഫാൻറ്റസീസൊക്കെ നിറവേറ്റാൻ വേണ്ടി കൊണ്ടുപോയി എന്നുള്ള വലിയൊരു കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ ട്രയൽ എന്ന് പറയും. അതായത് കോടതിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മുടെ ഇവിടെ ഇതിനെന്താ പറയുക, ഈ 14 റിമാൻഡ്, അങ്ങനെ റിമാൻഡ് പോലെയാണെന്ന് തോന്നുന്നു. ഈ കോടതിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഒരു ജയിലിൽ കൊണ്ടുവിടും. ഭയങ്കര പ്രൊട്ടക്ഷനുള്ള ജയിലൊന്നും ആയിരിക്കില്ല. കറക്ഷണൽ സെൻറ്റർ എന്നാണ് അവർ വിളിക്കുന്നത്. MCC എന്ന് പറയും, മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെൻറ്റർ. ന്യൂയോർക്കിലുള്ള MCC എന്ന് വിളിക്കുന്ന ഒരു കറക്ഷണൽ സെൻറ്ററിലാണ് ജെഫ്രി എപ്സ്റ്റീനെ 2019 കൊണ്ടിടുന്നത്. 2019 ഇത് രണ്ടാമത്തെ തവണയാണ്. അപ്പോഴേക്ക് ഇയാൾ ഭയങ്കര ഫേമസ് ആയി. ആദ്യത്തെ തവണ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേർക്കൊന്നും അറിയില്ലായിരുന്നു. ഇതുപോലെ ഇപ്പോൾ ആദ്യം ഒരു സംശയം വന്നില്ലേ, ഇയാൾ ഇതൊക്കെ ചെയ്യുമോ ഒറ്റയ്ക്ക് എന്ന് സംശയം വന്നില്ല. അതുപോലെ നിൽക്കായിരുന്നു എല്ലാവരും. പിന്നീട് ഇതാകുമ്പോഴേക്ക് ഭയങ്കര ഫേമസ് ആയി. ഇയാൾ ന്യൂസിൽ വന്നു, ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇയാളുടെ കേസ് നടക്കുമ്പോൾ അതിൻ്റെ കോടതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുക, ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇയാളിപ്പോൾ ഉള്ളത് MCCയിലാണ്,
മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെൻറ്റർ ഇൻ ന്യൂയോർക്കിലാണ് ആലോചിക്കണം. അവിടെ ഓൾറെഡി കുറച്ച് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. 750 സെല്ലിൽ ആൾക്കാരുണ്ട്, പ്രിസണേഴ്സ് പോലത്തെ ആൾക്കാരുണ്ട്. 18 ഗാർഡ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും ഈ ഇങ്ങനെ നോക്കണമല്ലോ, ആൾക്കാരിങ്ങനെ വന്ന് പോവുമല്ലോ ഈ ഗാർഡുകൾ, അത് ചെയ്യണം. അവർ ഉറങ്ങിയോ അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഓരോ 30 മിനിറ്റ് ഇൻ്റർവെല്ലിലും ഗാർഡുകൾ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോകണം. ഇതൊക്കെയാണ് അവിടുത്തെ നിയമം. ജൂലൈ 23, ഈ ഡേറ്റുകളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ അതിടയ്ക്കൊക്കെ പറഞ്ഞുതരാം. എന്നാലും ജൂലൈ 23 ഒരു അറ്റംപ്റ്റ് നടത്തി, സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ജെഫ്രി എപ്സ്റ്റീൻ. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി മരിക്കാൻ നോക്കി. എല്ലാ സെല്ലിലും 2 പേരുണ്ടാവും. അപ്പോൾ ഡോക്ടർ എഴുതി കൊടുത്തു സൂയിസൈഡ് അറ്റംപ്റ്റാണ്, അയാൾക്കൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു. 2 പേരുണ്ടല്ലോ, ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അലേർട്ട് ചെയ്യാനോ എന്തിനെങ്കിലും ഒരാൾ എന്തെങ്കിലും തോന്നിയ ദിവസം ചെയ്താൽ അത് അലേർട്ട് ചെയ്യാൻ ഒരു സെൽമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ. ഡോക്ടർ എഴുതി കൊടുത്തു, ഇയാളിനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല, ഇയാൾക്ക് എപ്പോഴും ഒരു സെൽമേറ്റ് വേണം. കോടതി ഈ കാര്യം അറിഞ്ഞിട്ട് ജൂലൈ 23 നടന്ന കാര്യം അറിഞ്ഞിട്ട് സൂയിസൈഡ് വാച്ച് എന്ന് പറയും, അതായത് റിസ്ക് ഓഫ് സൂയിസൈഡ്, ഇയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഇയാളിനെ ഒന്നുകൂടെ ഒന്ന് വാച്ച് ചെയ്യണം, സാധാരണ ആൾക്കാരിനെ പോലെയല്ല, ഒന്നുകൂടെ വാച്ച് ചെയ്യണം. പിന്നെ ഇത്രയും വലിയൊരു കേസാണ്, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാളിനെ ഒരു സൂയിസൈഡ് വാച്ച് ലിസ്റ്റിലിട്ടു. സംഭവം മനസ്സിലായല്ലോ. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. 23 നടന്നത്, ജൂലൈ 31 ഉണ്ട്, അപ്പോൾ 7, 8, ഒരു 16-17 ദിവസം കഴിഞ്ഞു. 15 ദിവസം എന്ന് വെച്ചോ. ഓഗസ്റ്റ് 9 എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ സെൽമേറ്റിനെ മാറ്റി. കോടതിയും പറഞ്ഞു, ആ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്, ആലോചിക്കണം, ഇയാളുടെ സെൽമേറ്റിനെ എടുത്ത് മാറ്റി. ഇയാളിപ്പോൾ ഒറ്റയ്ക്കാണ്, അയാളുടെ സെല്ലിൽ ഒരാളേ ഉള്ളൂ. ഓഗസ്റ്റ് 9 ഇയാളൊരു കോൾ ചെയ്തിട്ടുണ്ട്. ഇയാളൊരു കോൾ ചെയ്തു, ചോദിച്ചപ്പോൾ പറഞ്ഞത് അമ്മനെയാണ് വിളിച്ചതെന്നാണ് പറഞ്ഞത്. ഇയാളുടെ അമ്മയൊക്കെ മരിച്ചിട്ട് കുറേ കൊല്ലങ്ങളായിട്ടുണ്ട് ആ സമയം വഴി. പക്ഷെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇയാളുടെ എൻ്റെ അമ്മനെയാണ് ഞാൻ വിളിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 10 ഇയാൾ സൂയിസൈഡ് ചെയ്തു. അതിനിപ്പോൾ എന്താണ്, ന്യൂയോർക്കിലെ ജയിലിലെ CCTV ഇല്ലാണ്ടിരിക്കുമോ? എല്ലാം മൊക്കിനും. നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെ ക്യാമറ, അവിടെ സെൻസർ, സോണാർ സെൻസർ, ഇൻഫ്രാറെഡ്, മറ്റേ ഇങ്ങനെ ആൾക്കാരുടെ ഹീറ്റ് വേവ്സ് ഒക്കെ എടുത്ത് അവരിപ്പോൾ എന്താ ചിന്തിക്കുന്നത് എന്നൊക്കെ നോക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇല്ലേ? സ്പെഷ്യൽ ഹൗസിംഗ് യൂണിറ്റിലാണ് ഇയാൾ എത്തിക്കുന്നത്. ആ സ്പെഷ്യൽ ഹൗസിംഗ് യൂണിറ്റിലെ ക്യാമറ മാത്രം വർക്ക് ചെയ്തില്ല, CCTV ഇല്ല. ആ ഒരു സ്ഥലത്ത് CCTV ഇല്ല. ഇയാൾ സൂയിസൈഡ് ചെയ്ത് രാത്രിയാണ്. ഗാർഡ്സ് ഓരോ അരമണിക്കൂറിൽ വന്ന് നോക്കണമല്ലോ, അവർ ഉറങ്ങിപ്പോയി. പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. കോടതി പറഞ്ഞു ഇയാൾ സൂയിസൈഡ് ചെയ്യും, ഇയാളെ നോക്കണമെന്ന്. ഡോക്ടർ എഴുതി കൊടുത്തു, ഇയാൾക്ക് റിസ്ക് ഓഫ് സൂയിസൈഡ് ഉണ്ട്, ഇയാൾ ഒരു സെൽമേറ്റ് എപ്പോഴും അവിടെ വേണമെന്ന്. ഗാർഡ്സ് നോക്കണം, അതില്ല. CCTV വേണം, CCTV അയാളുടെ ആ ഒരു യൂണിറ്റിലെ CCTV ഇല്ല. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊന്നും പോരാ കഴിഞ്ഞിട്ട് ഇത്രയും കേട്ടിട്ട് ഒന്നും തോന്നിയില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇയാളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതായത് ഇയാളുടെ ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല, FBI ഒക്കെയാണ് ചോദ്യം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇയാളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എപ്സ്റ്റീൻ ലിസ്റ്റ് എന്ന് പറയും. എപ്സ്റ്റീൻ ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഈ ഓപ്പറേഷനിലുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളുടെ ഐലൻഡിൽ വന്നു, അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നു. നിങ്ങളുടെ പല സ്ഥലത്തും മാൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ,
ഇവിടെയൊക്കെ ആരൊക്കെ വന്നു, എന്താണ് നിങ്ങളുടെ പരിപാടി എന്നുള്ള ഇൻ്റർവ്യൂ ചെയ്ത ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് റിലീസാവാൻ പോകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ ഓഗസ്റ്റ് 10 ഇയാൾ സൂയിസൈഡ് ചെയ്യുന്നത്. ഇയാളുടെ വക്കീലന്മാർ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാൾ ഭയങ്കര ഹോപ്പ്ഫുള്ളായിരുന്നു, ഇയാൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു, ഇയാൾക്ക് ബെയിൽ കിട്ടും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ഡിഡീൻ്റെ ആ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കേസുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വിക്ടിംസും കൈൻഡ് ഓഫ് പാർട്ട് ഓഫ് ദെയർ ഓപ്പറേഷൻ തന്നെയാണ്. അത് അങ്ങനെ വരുത്തിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസൊന്നും നിൽക്കില്ല, അവർക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം. അത് വക്കീലന്മാർക്കും അറിയാം. പിന്നെ അമ്മനെ വിളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ 9 ആരിനെയാണ് കോൾ ചെയ്ത് അറിയില്ല, അതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല ആരിനെ വിളിച്ചത്. അയാളെ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് അമ്മനെയാണ് വിളിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാളേ ഇല്ല. 2019 ഇത് നടക്കുന്നത്. ഇതിലേറ്റവും കോമഡി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയ കേട്ടോ ഏറ്റവും കോമഡി, MCC ആണല്ലോ, MCCയിലാണ് ഇത് നടക്കുന്നത്. 2019, 20, 21 കറക്റ്റ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 2021 ഈ MCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ഇല്ലേ, ഒരു കറക്ഷണൽ സെൻറ്റർ ഇല്ലേ, ആ സെൻറ്റർ അടച്ചു പൂട്ടി. ആ സെൻറ്റർ ഇപ്പം ഇല്ല. അങ്ങനൊരു ബിൽഡിങ്ങേ ഇപ്പം ഇല്ല. ഇതാണ് എപ്സ്റ്റീൻ്റെ അവസാന കാലഘട്ടത്തിൽ നടന്നത്. എപ്സ്റ്റീൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മളിവിടെ പറഞ്ഞത്. അയാളുടെ അവസാനം കൊണ്ടിട്ട ആ ഒരു സ്ഥലത്തിനെ ഇവർ പൂട്ടിച്ച് കളഞ്ഞു. ഗവൺമെൻറ് ബിൽഡിംഗ് ആണെന്ന് ആലോചിക്കണം. അവിടെ ജയിലൊക്കെ കൈൻഡ് ഓഫ് പ്രൈവറ്റൈസ്ഡ് ആണ്. ആ ബിൽഡിങ്ങിനെ പൂട്ടിച്ചു. അത് അത്ര മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയുണ്ട്? പിന്നെ ഈ എപ്സ്റ്റീൻ ഇപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതെങ്ങനെ റെലവൻറ്റ്, ഇത് എപ്പോഴും റെലവൻ്റാണ്. ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പം എങ്ങനെയാണ് റെലവൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ട്രംപ് ആശാൻ വരുന്നത്. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് വന്ന തന്നെ ഈ എലക്ഷൻ ജയിക്കാനുള്ള ഒരു മേജർ എന്ന് പറയാൻ പറ്റില്ല, ഒരു വൺ ഓഫ് ദ വാഗ്ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെ ഫയൽസ് നിങ്ങൾക്ക് വേണം, 9/11 ഫയൽസ് വേണോ ഞാൻ പുറത്തു വിടും, JFK ഫയൽസ് വേണോ ഞാൻ പുറത്തു വിടും, എപ്സ്റ്റീൻ ലിസ്റ്റ് വേണോ എന്നാ പിടിച്ചോ, ഞാൻ വന്നതും തരും. ഒന്നും എനിക്ക് ആരും ചോദിക്കാനും പറഞ്ഞു, ഞാനല്ലേ പ്രസിഡൻറ്റ്, ഞാൻ തരും എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. കാഷ് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് FBI ഡയറക്ടർ. നമ്മുടെ ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ ഒറിജിൻ. പുള്ളി ഇപ്പോൾ അവസാനം ജോ റോഗൻ പോഡ്കാസ്റ്റിൽ വന്നിരുന്നു പറഞ്ഞത്, FBIൻ്റെ കയ്യിൽ ഒരു ലോഡ് ഫൂട്ടേജ് ഉണ്ട്, ഒരു ലോഡ് ഫയൽസും ഉണ്ട്, ഫൂട്ടേജും ഉണ്ട്. ഏത് എപ്സ്റ്റീൻ്റെ ഐലൻഡിൽ നിന്ന് എടുത്ത ഫൂട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. US അറ്റോർണി ജനറലുണ്ട്, പാം ബോണ്ടി എന്നാണ് പുള്ളിക്കാരുടെ പേര്. ട്രംപിൻ്റെ മെയിൻ ആളാണ്. ഈ കാഷ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ കട്ട ബഡ്ഡിയാണ്. പുള്ളി ഓപ്പണായിട്ട് പറയാണ്, ഇതൊന്നും പുറത്ത് വിടാൻ പറ്റില്ല. അങ്ങനെ ഇത്രയും അവേഴ്സ് ഓഫ് ഫൂട്ടേജ് ഒന്നും ഒരുമിച്ച് പുറത്ത് വിടാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചപ്പോൾ, റീവിക്ടിമൈസിങ് ദ വിക്ടിംസ്, വി ഡോണ്ട് വാണ്ട് ടു റീവിക്ടിമൈസ് ദ വിക്ടിംസ്. അവർ കടന്നു പോയ ആ ട്രോമ അവർക്ക് ഇനിയും അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇത്രയും ഫൂട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പുറത്ത് വിടാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. ഞങ്ങളിതൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു അവേഴ്സ് ഓഫ് ഫൂട്ടേജ് ഉണ്ടെന്നാണ് പറയണം. ഇത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവർ നോക്കുന്നത്? ഇലോൺ മസ്ക് ഓരോന്നൊക്കെ അടിച്ച് കിറങ്ങിയിട്ട് പുള്ളി ഇടയ്ക്കൊക്കെ പറയും ട്രംപ് ഉണ്ട്, ഈ വീഡിയോസിൽ ട്രംപ് ഉണ്ട് എന്നൊക്കെ ഇടയ്ക്ക് വിളിച്ച് പറയാറുണ്ട്. പിന്നെ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറ്റി പറയും. കെറ്റമീൻ മൂക്കുമ്പോൾ ഓരോന്നൊക്കെ വിളിച്ച് പറയാണ്. അത് പിന്നെ കാര്യമാക്കണ്ട, വേണമെങ്കിൽ കാര്യം ആക്കട്ട. ട്രംപ് ഉണ്ടോ നോക്കുകയാണോ?
എന്നാണ് ട്രംപ് വിരോധികളൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണോ ഈ ഒരു എലീറ്റ്സ്, ദ ഗ്ലോബൽ എലീറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അവരാരെങ്കിലും രക്ഷപ്പെടുത്താനാണോ ഇവരിതൊക്കെ റിവ്യൂ? ഇവരെന്തിനാതൊക്കെ റിവ്യൂ ചെയ്യുന്നത്? കുറേ ആൾക്കാർ ഉണ്ട്, അത് അവരുടെ കയ്യിൽ ഫൂട്ടേജും ഉണ്ട്, അവരുടെ കയ്യിൽ ഡാറ്റയും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നത് പുറത്തു വിട്, അതിനിപ്പോൾ എന്തിനാ പേടിക്കുന്നത്? ട്രംപ് ഉണ്ടല്ലോ, ട്രംപ് ഇത് പറഞ്ഞിട്ടാണല്ലോ ഇലക്ഷൻ ജയിച്ചത് എന്നാണ് ഇപ്പം അമേരിക്കയിലെ ട്രംപിൻ്റെ പാർട്ടിയിലുള്ളവരും ചോദിക്കുന്നത്, ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ചോദിക്കുന്നത്, ട്രംപിൻ്റെ എതിരെ നിൽക്കുന്നവരും ചോദിക്കുന്നത്. എതിരെ നിൽക്കുന്നവർക്ക് വലിയ വോയിസ് ഒന്നുമില്ല. ഈ ബൈഡൻ ഇപ്പോൾ ഇത്രയും കാലം ഉണ്ടായിട്ടും അവർക്കിത് പുറത്തു വിടാനേ പറ്റിയിട്ടില്ല. ഇവരിപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അവരത് അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടേ ഇല്ല. സോ ദ മിസ്റ്ററി അറൗണ്ട് ദിസ് ജെഫ്രി എപ്സ്റ്റീൻ ഈസ് ഹ്യൂജ്. ഞാൻ അന്ന് 9/11 ഒരു പെൻഡോറ ബോക്സാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊരു പെൻഡോറ ബോക്സ്, ഇത് വേറൊരു പെൻഡോറ ബോക്സ്. ഇതങ്ങോട്ട് തുറന്നുണ്ടല്ലോ, ഈ എലീറ്റ്സ് ഉണ്ടല്ലോ, ദ ഗ്ലോബൽ എലീറ്റ്സ് എന്ന് വിളിക്കുന്ന ആ ഒരു ആൾക്കാർ, അതായത് നമ്മളിത് ഇത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇപ്പം ചില ആൾക്കാർ പറയും ഡീപ്പ് സ്റ്റേറ്റ് ആണ് പറയും, ചില ആൾക്കാർ പറയും ഇത് ഇല്ലുമിനാറ്റിയാണ്. അത് ഇപ്പോൾ ട്രെൻഡ് ഔട്ടായ ഒരു സാധനമാണ്. ഇപ്പം അങ്ങനെ ആരും പറയാറില്ല, പക്ഷെ എന്നാലും കുറച്ച് പേരൊക്കെ വന്ന് പറയും ഇത് ഇല്ലുമിനാറ്റിയാണ്. പുതിയൊരു വേർഡാണ് ഈ എലീറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ആരാണ്? ഇതൊക്കെ എന്താ സംഭവം? ബേസിക്കലി ഇതൊന്നുമില്ല. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇത് ഓഫ് ടോപ്പിക്കാണ്, എന്നാലും ജസ്റ്റ് ഈ എലീറ്റ്സ് പറയുമ്പോൾ നിങ്ങളെ ഒരു ഐഡിയ കിട്ടണമല്ലോ. അപ്പോൾ എന്താണ് ഈ എലീറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള അങ്ങനെ ആൾക്കാരൊന്നും അല്ല. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, പവർഫുൾ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ഇപ്പം ഞാനാണ് ഒരു അഡ്മിൻ, വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ പോലത്തെ ഒരാൾ. എനിക്ക് വലിയൊരു ബംഗ്ലാവുണ്ട്, എനിക്കൊരു ഐലൻഡ് ഉണ്ട്, എനിക്ക് കുറേ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഓരോ പാർട്ടീസും ഓരോ പരിപാടിയൊക്കെ നടത്തി കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കും. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ട എന്താ വെച്ചാൽ കൊടുക്കും. അപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, ഒരു പ്രസിഡൻറ്റ് ഉണ്ടാവും, മിലിറ്ററിയുടെ ഒരാളുണ്ടാവും, പോലീസ് FBI ഒരാളുണ്ടാവും, CIA ആൾ ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇനി ഫോറിൻ കൺട്രീസിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രസിഡൻറ്റോ അവിടുത്തെ എന്തെങ്കിലും അംബാസിഡേഴ്സോ അങ്ങനത്തെ പല ആൾക്കാരും ഉണ്ടാവും. സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും, മെഡിക്കൽ പ്രൊഫഷനിലുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ടാവും, പവർഫുള്ളായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ, അവരുണ്ടാവും. അപ്പം നാളെ ഒരു ഡോക്ടർക്ക് ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ അവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു മെസ്സേജ് ഇടും, ഞാൻ അറിയാതെ എൻ്റെ അബദ്ധം കാരണം ഒരാൾ മരിച്ചു, അപ്പോൾ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് തരുമോ? അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ ഫോർവേഡ് ചെയ്തു. ആർക്ക്? FBI ഫോർവേഡ് ചെയ്തു. അപ്പോൾ FBI എന്ത് ചെയ്യും, ഇത് നമ്മുടെ പിള്ളേരാണല്ലോ, അപ്പോൾ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നത്തിന് അവർ വല്ല സൂയിസൈഡോ അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗ്ലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എഴുത്തള്ളും. നാളെ ഇനി കോവിഡ് പോലത്തെ വലിയൊരു ഇത് വരികയാണ്. അപ്പോൾ ഒരു ഒത്തൻറ്റിക് ഒരു അഭിപ്രായമാണ് ഒരു ഡോക്ടറിൻ്റെ, മാസ്ക് ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വാക്സിൻ എടുത്തില്ലെങ്കിൽ നിങ്ങളൊക്കെ തട്ടിപ്പോവും എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കൊണ്ട് പറയിപ്പിക്കണം. ഈസി. അപ്പോൾ അത് പ്രസിഡൻ്റ് ആയിരിക്കും പറയുക, പ്രസിഡൻറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലിടും. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യും, നേരെ ഈ ഡോക്ടർക്ക് അയച്ചു കൊടുക്കും, ഡോക്ടറെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ഒരു വേദി ഞങ്ങൾ തരാം, നിങ്ങൾ അതിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ പുള്ളി ഈസിയായിട്ട് പറയും, കാരണം അന്ന് ഒരാളെ തട്ടിക്കളഞ്ഞിട്ട് രക്ഷപ്പെടുത്തിയത് ഇവരാണ്. അപ്പോൾ നോ പറയാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് ഞാൻ ഒരു സിമ്പിളാക്കി പറഞ്ഞു എന്നുള്ളൂ. ഇതിൻ്റെ കുറച്ച് ഒരു എക്സ്റ്റെൻസീവ് ഒരു ലിങ്കാണിത്. ഇത് നമ്മൾ ഒരു അറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ പോവും. ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ ഇനിയിപ്പോൾ ഇനി ഇത് ഇവരായിരിക്കുമോ, ഇനി അത് അവരായിരിക്കുമോ, അങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ഇതെങ്ങനെ ഇയാളിവിടെ എത്തി, ഈ എപ്സ്റ്റീൻ എന്നുള്ള ആളെ എങ്ങനെ പിടിച്ചു? ഇപ്പോൾ ഇയാൾ ഇത്ര വലിയ ആളാണെങ്കിൽ എനിക്ക് ആദ്യം ഈ ഒരു എപ്സ്റ്റീൻ്റെ കഥ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ഇത്ര വലിയ ആളാണെങ്കിൽ ഇയാളെങ്ങനെ അറസ്റ്റ് ചെയ്ത്?
ഓഹോ ഇയാളൊരു മറ്റേ പ്രസിഡൻറ്റിൻ്റെ ബന്ധമുണ്ട്, അവരുടെ ബന്ധമുണ്ട്, ഡൊണാൾഡ് ട്രംപിൻ്റെ മെയിൻ ആൾ, മറ്റേ വീഡിയോ ഒക്കെ ഉണ്ട് പുള്ളി ഫുൾ പാർട്ടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് എങ്ങനെ ഇയാൾ അറസ്റ്റ് ചെയ്തത്? എങ്ങനെ ഒരു തവണ അറസ്റ്റ് ചെയ്യണമല്ലോ ഇയാൾ ഇങ്ങനെയൊക്കെ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ അറസ്റ്റ് ചെയ്ത്? അല്ലെങ്കിൽ ആരാണ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തത്? ഇപ്പം ഇത്രയും ആൾക്കാരനെ ഇയാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എങ്ങനെ കേസ് കൊടുത്തു? അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ചോദ്യം. എനിക്കതിൽ ഉത്തരം കിട്ടി. അപ്പം തൊട്ടാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിന് ഒരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? ജെഫ്രി എപ്സ്റ്റീൻ്റെ എപ്സ്റ്റീൻ ഐലൻഡിൽ എന്താ നടന്നത്? എപ്സ്റ്റീൻ ലിസ്റ്റ് വരുമോ? ഒരിക്കലും വരില്ല, എന്നാലും വരുമോ? എന്തായിരിക്കും എപ്സ്റ്റീൻ ലിസ്റ്റിൽ? നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിലുണ്ടാവുക. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെ നിന്ന് വന്നു, ഇയാൾ ആരാണ്, ഇത് ആരുടെപ്പം ഇയാൾ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ആൻസർ ആദ്യം നമുക്ക് ചെയ്യാം. 1953 1953 ജനുവരി 20 ബ്രൂക്ലിൻ ന്യൂയോർക്കിലെ ഒരു പക്ക ന്യൂയോർക്കുകാരനാണ്. ന്യൂയോർക്കിലാണ് പുള്ളി ജനിച്ചത്. മാത്സിലൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ് എന്നാണ് പറയുന്നത്. പുള്ളി ജൂയിഷാണ്. ജൂയിഷ് പാരൻസിന് ജനിച്ച ആളാണ് പുള്ളി. കോളേജിൽ പോയി, കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. ഡിഗ്രി ഒന്നുമില്ല പുള്ളിയുടെ കയ്യിൽ. പക്ഷേ അതൊന്നും ആവശ്യം വന്നില്ല. പുള്ളിക്ക് ഡാൽട്ടൺ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിൽ, അത് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ട് ന്യൂയോർക്കിലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾ പഠിക്കുന്ന ഡാൽട്ടൺ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ മാത്സ് ടീച്ചറായിട്ട് ജോലി കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് ആർക്കും അറിയില്ല. ഈ ഡിഗ്രിയൊക്കെ ഡ്രോപ്പായ ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ഇപ്പോൾ ഈ മാത്സ് ടീച്ചറായിട്ട് ജോലി കിട്ടുകയെന്ന് സ്കൂളുകാർക്ക് തന്നെ അറിയും തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അയാൾ പിരിച്ചും വിട്ടു. ലോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് പിരിച്ചു വിട്ടു. നേരെ പോയത് വാൾ സ്ട്രീറ്റിലേക്കാണ്. ബെയർ സ്റ്റേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമുണ്ട്, ഫൈനാൻസ് ഫേം. അവിടെ പോയി ജോയിൻ ചെയ്തു. ആദ്യം ഒരു ലോ അസോസിയേറ്റ് ആയിട്ടാണ് കയറിയത്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ഹൈ ലെവൽ എക്സിക്യൂട്ടീവ് ആയിരുന്നു. മണി മാനേജ്മെൻറ്റാണ് ബേസിക്കലി. മണി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ വാൾ സ്ട്രീറ്റ് ഫേംസൊക്കെ ചെയ്യില്ലേ, വലിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുക, അതിനെ ഓരോ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, അതിനൊരു പെർസെൻറ്റേജ് എടുക്കുക, എല്ലാവരും ചെയ്യുന്നത് അതാണ്. മണി മാനേജ്മെൻറ്റാണ് പുള്ളി എങ്ങനെ ബില്യണറായി എന്നുള്ള ചോദ്യമാണ് ഇത് പറയുന്നത്. ഇയാൾക്കൊരു ഡിഗ്രിയും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എങ്ങനെയോ ഇയാൾ ബിയർ സ്റ്റേൺസിൽ പോയി അവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതായിരിക്കും. ബിയർ സ്റ്റേൺസ് എന്ന് പറഞ്ഞാൽ അതൊരു ജൂയിഷ് അതിൻ്റെ എല്ലാ മെമ്പേഴ്സും, അതിൻ്റെ എല്ലാ ഫൗണ്ടേഴ്സും, അതിൻ്റെ എല്ലാ ഡയറക്ടേഴ്സും ജൂയിഷാണ്. ആലോചിക്കണം. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അവസാനം നമുക്ക് കുറച്ച് ആവശ്യം വരും, അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ഇവരിപ്പോൾ ഏത് റിലീജിയനിൽ അല്ലെങ്കിൽ ഇവരിപ്പോൾ എന്ത് വിശ്വസിക്കുമെന്ന് നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഇത് കുറച്ച് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് ഇയാൾ സ്വന്തമായിട്ട് തുടങ്ങി. ഈ ബെയർ സ്റ്റേൺസ് എന്ന ഒരു ലെവലെത്തിയപ്പോൾ പുള്ളി ഇറങ്ങി സ്വന്തമായിട്ട് തുടങ്ങി, സ്വന്തം ഫേം. ബില്യണർ ക്ലയൻസ് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. അയാൾ $1 ബില്യൻ്റെ താഴെയുള്ള ആൾക്കാരിനൊന്നും എടുക്കില്ല എന്നാണ് പറയുന്നത്. 500 മില്യൺ 800 മില്യണൊക്കെ കൊണ്ടുപോയാൽ മാറിയിരിക്കുമെന്ന് പറയും. ആ സീന് ഭയങ്കര പവർഫുള്ളായി. അവിടെ വെച്ചിട്ടാണ് പുള്ളിയുടെ ജീവിതം മാറ്റിമറിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ലെസ് വെക്സ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ പുള്ളിക്ക് ക്ലയൻ്റായിട്ട് കിട്ടുന്നത്. ആരാണ് ഈ ലെസ് വെക്സ്നർ? മൾട്ടി ബില്യണറാണ്. ഓക്കെ, ഓഫ് കോഴ്സ് ഹീസ് ഓൾസോ ജൂയിഷ്. എൽ ബ്രാൻഡ്സ് എന്ന് പറയും. എൽ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ വിക്ടോറിയസ് സീക്രട്ട്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്, ആബ്രക്രോംബി ആൻഡ് ഫിച്ച്, എങ്ങനെയാണെന്ന് പറയുന്നത് അറിയില്ല, ആ ഒരു ബ്രാൻഡ്. ഇതൊക്കെ ഫാഷൻ ബ്രാൻഡ്സാണ്. വിക്ടോറിയസ് സീക്രട്ട് അറിയാമല്ലോ, ലോഞ്ചറിയൊക്കെ ചെയ്യുന്നവർ. ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ എന്താ പറയുക, ഇങ്ങനത്തെ ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ വലിയ ഇതാണ് കേട്ടോ. മീൻസ് 1-2 ഷോപ്പല്ല, ഇവർക്ക് മറ്റേ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ചെയിനായിട്ടുള്ള ചെയിൻസാണ് ഇതൊക്കെ.
ഈ ഈ ഇത്രയും ബ്രാൻഡ്സാണ് എൽ ബ്രാൻഡിൻ്റെ അണ്ടറിലുള്ളത്. എൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ലെസ് വെക്സ്നറിൻ്റെ ആണ്. ഇയാളുടെ ആസ്തി എത്ര ഇതുണ്ട് വെച്ചാൽ ഇയാൾക്കൊരു 8 ബില്യൻ്റെ അടുത്ത് ഇയാളുടെ ലെസ് വെക്സ്നറിന് ആസ്തി ഉണ്ട്, എമൗണ്ട് പൈസ. ഇയാളുടെ ഫുൾ പൈസ മാനേജ് ചെയ്യുന്നത് ജെഫ്രി എപ്സ്റ്റീനാണ്. പവർ ഓഫ് അറ്റോർണി വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, മണി മാനേജറായിരുന്ന ഒരാൾക്ക് പവർ ഓഫ് അറ്റോർണി വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഇവരൊക്കെ ജയിലിലൊന്നും അല്ലെങ്കിൽ മരിച്ചിട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ വിക്ടോറിയ സീക്രട്ട് ലെസ് വെക്സ്നർ അറിയാതെ ജെഫ്രി എപ്സ്റ്റീന് വിൽക്കാൻ പറ്റും. അത്രയും പവറാണ് ഈ പവർ ഓഫ് അറ്റോർണിക്ക് ഉള്ളത്. പവർ ഓഫ് അറ്റോർണി വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് അവർ ബന്ധം മനസ്സിലാക്കാനാണ് അത് പറഞ്ഞത്. ലെസ് വെക്സ്നറിൻ്റെ ഒരു കഥ എടുക്കാം. ഡിബുക്ക്, വല്ലാത്തൊരു കഥ. ഡിബുക്കില്ലേ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആ ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ വരുന്ന ഡിബുക്ക്, മറ്റേ ആത്മാവ്, മറ്റേ എന്താ പറയുക, പ്രേതം വന്ന് കൂടുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ജൂയിഷ് പ്രേതം, അതൊക്കെ ഉണ്ട് ഇയാളുടെ കഥയിൽ. വല്ലാത്തൊരു കഥയാണ് ലെസ് വെക്സ്നറിൻ്റെ. അതുകൂടെ നമുക്ക് നോക്കാം, നല്ല രസമാണ്. ഈ വെക്സ്നറിനെ ആൾക്കാർ വിളിക്കുന്നത് അമേരിക്കൻ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ കിങ് എന്നാണ് വിളിക്കുന്നത്. അത്രയും പവർഫുൾ മാനാണ്. കാരണം റീറ്റെയിൽ മാർക്കറ്റും ഈ ഫാഷൻ ഇൻഡസ്ട്രിയും പുള്ളിയുടെ കയ്യിലാണ്. ഈ വിക്ടോറിയ സീക്രട്ടിൻ്റെയൊക്കെ റീച്ച് അറിയാമല്ലോ. ഇവിടെ ഒന്നും അറിയാത്ത ആൾക്ക് പോലും വിക്ടോറിയ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ കാര്യം. അത്രയും ബ്രാൻഡ് വാല്യൂവും ആ പവറും ആ ഒരു ഫാഷൻ ഇൻഡസ്ട്രി ആയാലും എന്തായാലും പവർ പുള്ളിയുടെ കയ്യിലുണ്ട്. ഒരു അൺയൂഷ്വൽ റിലേഷൻഷിപ്പായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീനും ലെസ് വെക്സ്നറും തമ്മിൽ. കാരണം പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുക്കുക, $77 മില്യൺ ഒരു പ്രോപ്പർട്ടി ഉണ്ട് മൻഹാറ്റാനിലുള്ള, ന്യൂയോർക്കിലുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഫ്രീ ആയിട്ട് എഴുതി കൊടുത്തു. ഫ്രീ ആയിട്ട്, സെയിൽസ് ഒന്നുമല്ല, ഫ്രീ ആയിട്ട് കൊടുത്തു. തെളിവുണ്ട്, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ആ മൻഹാറ്റാനിലെ ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ആ ഒരു മാൻഷനിൽ വെച്ചിട്ട് ഇയാൾക്ക് കുറേ സ്ഥലത്ത് മാൻഷനുണ്ട്. ഇപ്പം മയാമിയിലുണ്ട് മാൻഷൻ, ഒരു ഐലൻഡ് തന്നെ ഉണ്ട്. അത് അപ്പുറത്ത് ഐലൻഡ് ആകുമ്പോൾ പിന്നെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ പിന്നെ കുറേ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഐലൻഡ് ആകുമ്പോൾ പിന്നെ ആരോട് ചോദിക്കാൻ. ഒരു വാൾ സ്ട്രീറ്റ് ബാക്ക്ഗ്രൗണ്ടും, അതായത് വാൾ സ്ട്രീറ്റിലെന്നൊക്കെ പറഞ്ഞാൽ ഈ ഫൈനാൻസ് അരച്ച് അലക്കി കുടിച്ച അങ്ങനത്തെ ടീംസാണ്. ഈ ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ നിന്നൊക്കെ വന്ന് അവർ ഈ ഡ്രോപ്പ് ഔട്ടായി എന്നുകൊണ്ട് വിവരമില്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും വാൾ സ്ട്രീറ്റിൽ ഇത്ര വലിയ ക്ലയൻസിനെ ഇത്രയൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കും വേണം. എന്നാലും കുറച്ച് അത്രയും സ്കിൽഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇയാൾ അത്ര സ്കിൽഡൊന്നും അല്ലാന്ന് എല്ലാവരും പറയുന്നത്. ഈ ബിയർ സ്റ്റേൺസിലൊക്കെ ഇതിന് മുന്നേ വർക്ക് ചെയ്തവിടെയൊക്കെ ഇയാളൊരു ആവറേജ് ആളാണെന്നാണ് അയാളുടെ കൊളീഗ്സൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളിപ്പോൾ അത്ര വലിയ ഒരു ഫൈനാൻസ് ഗൈ ഒന്നും അല്ലെങ്കിലും ഇതെങ്ങനെയാണ് അപ്പോൾ ഇയാൾക്ക് ലൈസൻസ് പോലും ഇല്ലാന്നേ. ഈ ട്രേഡിംഗ് ഒക്കെ ചെയ്യാനുള്ള ഇതൊക്കെ ഒരു കമ്പനി ബേസ്ഡാണ് ഇയാൾ ചെയ്യുക. ഇയാൾക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ട്രേഡ് ലൈസൻസേ ഇല്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ആരെങ്കിലും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ മില്യനും ഒരു വീട് പിടിച്ചോ, 77 മില്യൻ്റെ ഒരു വീട്, 77 മില്യൻ്റെ ഒരു മാൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ പവർ ഓഫ് അറ്റോർണിയെ കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഈ ലെസ് വെക്സ്നറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് 1980 പുള്ളി കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ഇത് ഞാനും 3 തവണ അത് വായിച്ചു. ഇത് ഞാൻ വായിക്കുന്നത് തന്നെയാണോ, ഇവർ ഉള്ള തന്നെയാണോ, ഇതെന്താ ഇത് ഇയാൾ പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ പുള്ളി നല്ല വ്യക്തമായിട്ട്, അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റോ അല്ലെങ്കിൽ DM എന്തെങ്കിലും ചെയ്ത് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അതിൽ പുള്ളി പറയുന്ന കാര്യം, എന്നെ ഒരു ഡിബുക്ക് പൊസസ് ചെയ്തിട്ടുണ്ട്. ഹംഗ്രി ഫോർ മണി ഡിബുക്കാണിത്. പ്രേതം, ജൂയിഷ് പ്രേതത്തിനാണല്ലോ ഈ ഡിബുക്ക് അങ്ങനെ പറയാം. നമ്മളെ പ്രത്യേക സിനിമയില്ലേ, അതിന് മണി ഹംഗ്രിയാണ്. അത് എന്നെക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. അതാണ് എൻ്റെ ബിസിനസ് സീക്രട്ട്. ഇതൊരു ബില്യണർ ഓപ്പണായിട്ടൊരു മാഗസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയാണ്.
അച്ചടിച്ച് വന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഇൻ്റർനെറ്റിൽ ഫേക്ക് സാധനം ഉണ്ടാക്കുകയല്ല, ഇതൊരു മാഗസിൻ്റെ സ്കാൻഡ് കോപ്പിയാണ്, അതിൽ വന്ന കാര്യമാണ്. ഹീസ് എ വിയേർഡ് ഗൈ, പിടിയിട്ടില്ലേ? ഭയങ്കര പേട്രിയോട്ടിക് ആയിട്ടുള്ള സയനിസ്റ്റാണ് പുള്ളി. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇസ്രയേലി ലീഡർഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഇയാൾ ഇഷ്ടംപോലെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 8200 എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു സൈബർ ഇൻ്റലിജൻസിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതിലും ഇയാൾക്ക് കുറച്ച് ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നുമല്ല എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അഥവാ ഈ ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ദ ആബർക്രോംബി ആൻഡ് ഫിഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് ഞാൻ അപ്ലൈ പറഞ്ഞില്ല, ഇയാളുടെ 3 ബ്രാൻഡ്സിലൊരു ബ്രാൻഡ്. ആ പേര് കേട്ടപ്പോൾ തൊട്ട് ഇത് പട്ടിയോ കേട്ടിട്ടുണ്ടല്ലോ, ഇതെന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിൽ എന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ പേരൊന്ന് അടിച്ചുള്ളൂ. ആബർക്രോംബി ആൻഡ് ഫിഞ്ച് കേസ്, റീസെൻറ്റ് കേസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തപ്പോഴാണ് സംഭവം കിട്ടിയത്. ഇയാളുടെ ഒരു ബ്രാൻഡാണ്. 1988 പുള്ളി ഈ ബ്രാൻഡ് മേടിക്കുന്നത്. ഇതൊരു ഒരു ഫാഷൻ ബ്രാൻഡാണ് കേട്ടോ, ചെറിയൊരു ഫാഷൻ ബ്രാൻഡാണ്. അതിനെ മേടിക്കുന്നത് 4 കൊല്ലം കഴിയുമ്പോഴേക്കും 88 മേടിച്ചു. 92 മൈക്ക് ജെഫ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കൊണ്ടുവരികയാണ് CEO ആക്കാൻ. ലെസ് വെക്സ് എന്ന് പറയുന്നത് പാരൻറ്റ് കമ്പനി. ഈ എൽ ബ്രാൻഡ്സിൻ്റെ CEO ആണ് ലെസ് വെക്സ്നർ. ഈ ചെറിയ ബ്രാൻഡ്സിന് ഓരോന്നിനും ഓരോ CEOമാരുണ്ടാവും. അത് ഇയാളുടെ ഒരു അസിസ്റ്റൻ്റ് പോലെ, മീൻസ് ഇയാളുടെ തൊട്ട് താഴെയുള്ള പൊസിഷൻ അവർക്കായിരിക്കും. മൈക്ക് ജെഫ്രീസ് എന്നാണ് പുള്ളിയുടെ പേര്. അതിൻ്റെ ഒരു കേസുണ്ട് മോനെ. ഈ മൈക്ക് ജെഫ്രീസിൻ്റെ മുഖം ഒന്നും ഞാൻ അവിടെ കൊടുക്കുക. ഇയാളൊരു വിയേർഡ് ലുക്കിംഗ് ഒരു മനുഷ്യനാണ്. എന്തോ ബോട്ടോക്സ് എന്തോ ചെയ്തിട്ട് പണി പാളിയതാണെന്നാണ് തോന്നുന്നത്. ഇയാൾ 92 തൊട്ട് 2014 വരെ ഈ ആബർക്രോംബി ആൻഡ് ഫിഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വായിക്കൊള്ളാത്ത പേരുള്ള ഈ ബ്രാൻഡിൻ്റെ CEO ആയിരുന്നു. എത്ര കൊല്ലമാണെന്ന് ആലോചിച്ചോ? 8ഉം 14ഉം 22 കൊല്ലം ഇതിൻ്റെ CEO ആയിരുന്നു. കേസ് എന്താണ്? വല്ല ഫൈനാൻഷ്യൽ ഫ്രോഡോ അങ്ങനെ എന്തെങ്കിലും, ടാക്സ് കൊടുക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും കേസായിരിക്കില്ലേ? അങ്ങനെയല്ലേ ഈ പൈസക്കാരൊക്കെ ടാക്സ് വെട്ടിക്കുക? ഇതൊക്കെ ഇപ്പോൾ സാധാരണയല്ലേ? അതും ഇപ്പം ഇതുമായിട്ട് നീ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത്? 2008 തൊട്ട് 2015 വരെ ഇയാൾ അവസാന CEO ആയിരുന്ന സമയം വരെ അണ്ടർ ഏജ് ആയിട്ടുള്ള ആൺകുട്ടികളെ ഹ്യൂമൻ ട്രാഫിക് ചെയ്ത് ഈ ആബർക്രോംബി ആൻഡ് ഫിഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന് മോഡലാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ ഡ്രഗ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി സെക്സിന് നിർബന്ധിച്ച് സെക്ഷൽ ഫാൻറ്റസീസും സെക്ഷൽ അസോൾട്ട് അവരുടെ മേലെ ഫോഴ്സ്ഫുള്ളി നടത്തി ലിക്വിഡ് വയാഗ്ര ഇഞ്ചക്ഷൻ അവരിൽ ഫോഴ്സ്ഫുള്ളി കുത്തിവെച്ചു എന്ന് വരെ പറയുന്നുണ്ട് ഈ കേസിൽ. ആബർക്രോംബി ആൻഡ് ഫിഞ്ച് സ്കാൻഡൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്താണ്ടല്ലോ കണ്ണ് തള്ളിപ്പോവും. ന്യൂയോർക്കിൽ, യൂറോപ്പിൽ, ഹാംപ്ടണിൽ, മൊറോക്കോയിൽ എവിടേക്കോ വെച്ചിട്ടാണ് ഈ ഫുൾ പരിപാടി നടത്തിയിരിക്കുന്നത്. ഒന്നുമില്ല, മോഡൽ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഗേ ആണ്. മൈക്ക് ജെഫ്രീസ് ഈസ് ഗേ, ഓപ്പൺലി പുള്ളി പണ്ടേ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പുള്ളിയുടെ അണ്ടറിൽ ഈ ആബർക്രോംബി ആൻഡ് ഫിഞ്ചിൽ നടന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളിലെ, പെൺകുട്ടികളിലല്ല, പ്രത്യേകം പറയുന്നുണ്ട് യങ് ബോയ്സ്, 19 വയസ്സെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. 19 വയസ്സെന്നൊക്കെ ഇവർ ഇതിൽ പറയുന്നുണ്ട്. യങ് ബോയ്സിനെ വിളിച്ചു വരുത്തി മോഡലാക്കാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം കൊടുത്ത് വിളിച്ചു വരുത്തി റേപ്പ് ചെയ്തു. അതാണ് ഈ സ്കാൻഡൽ. ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞ് അങ്ങനെ പറയേണ്ടി വരും. NDA സൈൻ ചെയ്യും. ഇതാണ് ഞാൻ പറയുന്നത്. ഈ ഡിഡിയുടെ കേസിലും ഈ കേസിലും ഇങ്ങനത്തെ കേസും തെളിയാൻ പോകുന്നില്ല. കാരണം മോഡലാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും. ഇതൊക്കെ ഭയങ്കര ചെറുപ്പക്കാരില്ല. അപ്പോൾ ഇവർക്ക് ഇത്ര വലിയൊരു ബ്രാൻഡ് ഇവരിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ ദേ വിൽ ബി വെരി മച്ച് എക്സൈറ്റഡ്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിപ്പോൾ ഞാനായാലും ആരായാലും, ഇപ്പോൾ നിങ്ങൾ 18 വയസ്സ്, നിങ്ങൾക്ക് $1 million ഒരു മോഡലിംഗ് ഡീലുണ്ട്, നീ ഇവിടെ സൈൻ ചെയ്യുക അവിടെ സൈൻ ചെയ്യുക പറഞ്ഞാൽ എല്ലാവരുടെയും സൈൻ ടു ഉറപ്പായിട്ട് കൊടുക്കും. ഒരു മാനേജറോ ഒരു മര്യാദയ്ക്കുള്ള ഗൈഡൻസ് തരാനുള്ള ഒരാളില്ല, അവൻ ഉറപ്പായിട്ട് ചെയ്യും. NDAs ആണ് അതൊക്കെ, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്സ് ആണ് അതൊക്കെ.
അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോലും പറ്റില്ല. കേസ് കൊടുത്താൽ ആ NDA കട്ട് ചെയ്ത പോലെയായി. അതിന് വേറെ കേസ് അവർക്ക് അങ്ങോട്ട് കൊടുക്കാം. ഇപ്പോൾ മൈക്ക് ജെഫ്രീസിന് 80 വയസ്സായി, ഡിമെൻഷ്യ ബാധിച്ചിരിക്കുകയാണ് പുള്ളി. അത് കാരണം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കേസ് ആൾക്കാർ കൊടുത്തിട്ടും ക്രിമിനൽ കേസുകളിൽ നിന്ന് ഇയാളിനെ ഒഴിവാക്കി. മൈക്ക് ജെഫ്രീസിനെതിരെ തന്നെയാണ് ഇത്രയും ആൾക്കാർ വന്ന് കേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1-2 ആൾക്കാരല്ല, ഒരുപാട് ആൾക്കാർ പണ്ട് ഇയാൾ ഇതുപോലെ ചെയ്ത ഒരുപാട് ആൾക്കാർ വന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അയാൾക്ക് വയസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാരണത്തിൽ ആ കേസ് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. സിവിൽ കേസൊക്കെ നടക്കുന്നുണ്ട്, ക്രിമിനൽ കേസ് നിർത്തി. ആൾക്ക് വയസ്സായി ഡ്യൂ ടു പൂർ ഹെൽത്ത് എന്നാണ് അവർ റീസണായിട്ട് പറഞ്ഞത്. ഒരു ഇൻ്റർനാഷണൽ സെക്സ് ട്രാഫിക്കിംഗ് തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ പാറ്റേൺ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലേ, ഇത് എവിടെയെങ്കിലും ഒരു ഫെമിലിയറായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇത് നമുക്ക് പെൻഡോറ ബോക്സാണ്. ഇതിങ്ങനെ തുറന്നാൽ ഇങ്ങനെ ലിങ്ക് ഇത് നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കുത്തി കുറിച്ച് വരച്ച് പഠിച്ചു. ചാർട്ട് മറ്റേ സിനിമയിലൊക്കെ കാണുമ്പോൾ ചാർട്ടിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കുത്തി വരച്ച് ഒന്നും ചെയ്യണ്ട. ആബ്രക്കോംബി ഫിഞ്ച് ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എടുക്കുക. ആരാണ് ഇതിൻ്റെ CEO? മൈക്ക് ജെഫ്രീസ്. അതിൻ്റെ പാരൻറ്റ് കമ്പനി ഏതാ? ലെസ് വെക്സ്നറിൻ്റെ കമ്പനി. ലെസ് വെക്സ്നറിൻ്റെ മെയിൻ ആളാരാ? ജെഫ്രി എപ്സ്റ്റീൻ. ജെഫ്രി എപ്സ്റ്റീൻ ചെയ്ത കാര്യവും മൈക്ക് ജെഫ്രീസ് ചെയ്ത കാര്യവും എന്താണ് അതിൽ വ്യത്യാസം? ഇതിൽ ആൺകുട്ടി, അതിൽ പെൺകുട്ടികൾ, അണ്ടർ ഏജ് ആയിട്ടുള്ള ആൾക്കാർ. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ അതിലുള്ളൂ. വേറെ ഒന്നുമില്ല. ആ പാറ്റേൺ മനസ്സിലായോ? പാറ്റേൺ റെക്കഗ്നിഷൻ ഇറ്റ്സ് വെരി ഈസി തിങ് ടു ഡു. ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, കുറച്ച് ആലോചിച്ചാൽ മതി. ഇതാണ് ലെസ് വെക്സ്നറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അയാളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ആബ്രക്കോംബി, ഈ പേര് ആരാ ഈ പേരൊക്കെ ഇട്ട് അമ്മമാരുടെ ഓരോ തോന്നിയവാസത്തിന് ഓരോ പേര് വേറെ പിടിയിട്ടില്ലേ. ഇതാണ് നടന്ന കാര്യം. ഇതൊക്കെ വിത്ത് പ്രൂഫാണ് ഉള്ളത്. ആവശ്യമുള്ളവർക്ക് എടുത്തു നോക്കാം. ഇനി നമുക്ക് ഈ എപ്സ്റ്റീൻ ഐലൻഡ്, അതാണല്ലോ ഇപ്പോൾ എപ്പോഴും പറയാം, എപ്സ്റ്റീൻ ഐലൻഡ്. എന്താണ് ഈ എപ്സ്റ്റീൻ ഐലൻഡ്? ഇതെന്താ സംഭവം? ശരിയാ, എല്ലാ ബില്യണേഴ്സിനും മില്യണർക്കും എല്ലാ തെണ്ടികൾക്കും ഉണ്ട് ഐലൻഡ്. അതൊന്നും വലിയ പൈസയൊന്നുമില്ല. കാരണം ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടല്ല കിട്ടുക. മനസ്സിലായില്ല? അതായത് ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കുറച്ച് സ്ഥലം, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ചിലവാവുക. അപ്പോൾ ഒരു ഐലൻഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവ്, പൈസക്കാർക്ക് വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. 1990s പുള്ളി ലിറ്റിൽ സെൻറ്റ് ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് മേടിക്കുന്നത്. അമേരിക്കയുടെ അണ്ടറിലുള്ള വെർജിൻ ഐലൻഡ്സ് വിഭാഗം ആ ഒരു സ്ഥലത്ത് പെട്ട സെൻറ്റ് ജെയിംസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് മേടിക്കുന്നത് എപ്സ്റ്റീൻ ഐലൻഡ് എന്ന് അതിനിപ്പോൾ അറിയപ്പെടുന്നുണ്ട്. അതിപ്പോൾ വിറ്റു, വേറൊരാൾ എടുക്കുമല്ലോ, തെളിവ് നശിപ്പിക്കണമല്ലോ. അല്ലാണ്ട് ഗവൺമെൻറ്റിന് പോയ CC അതൊന്നും പറ്റില്ല. അവിടെ കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞു, എപ്സ്റ്റീൻ മരിച്ചു. ഇനിയിപ്പോൾ ഐലൻഡ് വിൽക്കുക, ഇനിയിപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ചെയ്യുക, അല്ലാണ്ട് ഗവൺമെൻറ് സീസ് ചെയ്യുക, അതൊന്നും പറ്റില്ല. പറയുമ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് FBI അങ്ങനെ CA ഇങ്ങനെ, പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. 72 ഏക്കറാണ്. ഇവിടെയാണ് ഈ സെക്സ് പാർട്ടീസില്ലേ, അണ്ടർ ഏജ് പെൺകുട്ടികളെ ഇവിടെ എത്തിച്ചിട്ട് സെക്സ് പാർട്ടീസ് നടത്തിയത് മുഴുവൻ ഈ ഒരു ഐലൻഡിൽ വെച്ചിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പുള്ളിക്ക് ഒരുപാട് സ്ഥലത്ത് മാൻഷൻസും പ്രോപ്പർട്ടീസും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നിയമങ്ങളുണ്ടല്ലോ, ഓരോ രാജ്യങ്ങളിലല്ലേ അത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു 10-200 പേരിനെ ഒരുമിച്ച് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ നോക്കില്ല ഇതെന്താണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരുത്തം മതിയല്ലോ, എന്തെങ്കിലും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ. അപ്പോൾ ഒരുപാട് സീക്രട്ടായിട്ടുള്ള സംഭവങ്ങൾ, ഒരുപാട് നല്ല ഇയാളുടെ സീക്രട്ടായിട്ടുള്ള പരിപാടികൾ മൊത്തം ഇയാൾ ഈ ഐലൻഡിലാണ്
നടത്തിയത്. ബാക്കിയുള്ള പരിപാടികൾ ഇയാൾ അതിൻ്റെ മാൻഷനിൽ നടത്തിയിട്ടുണ്ട്. അത് കാരണം തന്നെ അയാൾ കുടുങ്ങിയിരിക്കണം. അത് കഥ പിന്നെ വരാം. ഇപ്പോൾ ഐലൻഡിനെ കുറിച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവിടെ മെയിൻ പരിപാടി. അതിൻ്റെ ഉള്ളിൽ തന്നെ ഹെലിപാഡ് ഉണ്ട്, ബോട്ട് വന്ന് നിൽക്കാനും ബോട്ടിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, വില്ലാസ് ഉണ്ട്, ഇഷ്ടം പോലെ വില്ലാസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരു നീല ഞങ്ങളൊക്കെ കൊടുക്കുക, ഒരു വെള്ള പെയിൻ്റ് അടിച്ച ഒരു ടെമ്പിൾ, ഒരു കുന്നിൻ്റെ മേലെയാണ്. ബൊഹീമിയൻ ഗ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു സംഭവമുണ്ട്. അതും ദ ഗ്ലോബൽ എലൈറ്റ്സിൻ്റെ ഒരു പരിപാടിയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ അത് വേറൊരു ഇതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഞാൻ അന്ന് അപ്ലൈ പറഞ്ഞില്ല, വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഈ അലക്സ് ജോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാൾ അതിൻ്റെ ഉള്ളിൽ ക്യാമറയൊക്കെ വെച്ച് പോയി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വന്ന് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് അത് എക്സ്പോസ്ഡ് ആയതാണ് ഈ ബൊഹീമിയൻ ദ ഗ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതുപോലെ അവിടെ നിന്ന് ഒരു സാക്രിഫൈസാണ്, ഒരു മൂങ്ങയുടെ ഇതിങ്ങനെ വെച്ചിട്ട് അതിനെ കത്തിക്കുക. പിന്നെ ആൾക്കാർ അത് തള്ളിമറിക്കും, ഇങ്ങനെ കുട്ടികളെ കത്തിക്കും, ബലി കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവമുണ്ട്. നമുക്ക് അതൊക്കെയൊന്നും പോകണ്ട. സാക്രിഫിഷ്യൽ, അതായത് എന്താ പറയുക, സാക്രിഫിഷ്യൽ അല്ല, എന്താണ്, റിച്വൽ ഒരു വലിയൊരു റിച്വൽ നടത്തുന്നൊരു ഫെസിലിറ്റി പോലത്തെ ഒരു കുന്നിൻ്റെ മേലെ ഒരു ടെമ്പിൾ ഉണ്ട്. പണ്ടത്തെ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഒരു ഗോൾഡൻ ഡോം ഉണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല. ആരോടും ചോദിക്കാൻ പറ്റില്ല ഇത് എവിടെ പോയി എന്ന്, ആരുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. എപ്സ്റ്റീൻ ഫയൽസ് ചോദിച്ചിട്ട് അതുപോലും കിട്ടുന്നില്ല. പിന്നെയാണ് ഈ ഡോം അവിടെ പോയി എന്ന് ചോദിക്കാനുള്ള കാരണം. എനിക്ക് ആ യൂട്യൂബറുടെ പേര് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഈ ഐലൻഡിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒരു ചങ്ങായി, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചങ്ങായിയാണ് പുള്ളി. അത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ മതി, എപ്സ്റ്റീൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. പുള്ളി എപ്സ്റ്റീൻ ഐലൻഡിൻ്റെ അകത്ത് ആരും അതിപ്പോൾ വേറെ ഒരാളുടെ പ്രോപ്പർട്ടി ആണല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് സെക്യൂരിറ്റി ഒന്നും കാണാതെ അതിൻ്റെ അടുത്ത് പോയി ഈ ടെമ്പിളിൻ്റെ അടുത്തൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫുൾ അയാളെ അവിടെ ഓടിച്ച് വിട്ട് അങ്ങനെയൊക്കെ ഒരു വലിയൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അത് പണ്ട് കണ്ടതാണ്, ഓർമ്മയില്ല, ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ കിട്ടും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോറില്ല. ഡോറെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പെയിൻ്റ് അടിച്ചൊരു സാധനമാണ്. ഈ കുന്നിൻ്റെ പല സൈഡുകളിലായിട്ട് വെൻറ്റിലേഷൻ ഷാഫ്റ്റുകളുണ്ട്. വെൻറ്റിലേഷൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ പുറത്തേക്ക് വരാനും അകത്തേക്ക് വരാനും യൂസ് ചെയ്യുന്ന സാധനം അറിയാലോ. ആ കുന്നിൻ്റെ ചുറ്റുമുണ്ട്. പീപ്പിൾ ആർ സെയിങ് ഇറ്റ്സ് എ ബങ്കർ, ഒരു അണ്ടർഗ്രൗണ്ട് ഒരു പരിപാടിയാണിത്. ഈ നമ്മൾ കാണുന്ന ആ ഒരു സാധനമില്ലേ, ആ ചുമ്മാ അതിൻ്റെ മേലെ വെച്ചിരിക്കുകയാണ്. അതൊരു സ്റ്റെയറാണ്. അത് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് പരിപാടികൾ എന്നാണ് കോൺസ്പിറസി ആൾക്കാരൊക്കെ പറയുന്നത്. ആവാതിരിക്കാം. ഞാൻ അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു എന്നുള്ളൂ. ഡോറില്ല, ദർ ഇസ് നോ ഡോർ. അതിങ്ങനെ ഒരു സ്ട്രക്ചറാണ്. ഡോറില്ല, ഡോറിങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഡോം കാണാനില്ല, ഡോം എങ്ങോട്ടോ പോയി, അതിലെന്താണ് അറിയില്ല. വെൻറ്റിലേഷൻ ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴല്ലേ വെൻറ്റിലേഷൻ ഷാഫ്റ്റ് ആവശ്യമുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു സാധനത്തിൽ എന്തിനാണ് വെൻറ്റിലേഷൻ ഷാഫ്റ്റ് ആവശ്യമില്ലല്ലോ. ബങ്കറായിരിക്കാം, ആവാതിരിക്കാം, എന്തോ ആയിക്കോട്ടെ. 2019 FBI സീസ് ചെയ്യുന്നത്. FBI റെയ്ഡ് ഉണ്ടായിരുന്നു ഐലൻഡിൽ. അന്ന് പിടിച്ച ഹാർഡ് ഡിസ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാഷ് പട്ടേൽ FBI ആൾ ഞങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ, അന്ന് പിടിച്ച ഹാർഡ് ഡിസ്കുകളാണ്. കുറേ ഇലക്ട്രോണിക്സും ഹാർഡ് ഡിസ്ക്കും ഇയാളുടെ ഫയൽസും അതിൻ്റെ ഉള്ളിൽ കിട്ടാത്ത ഒന്നുമില്ല. കാരണം അയാളുടെ ഓപ്പറേഷൻ അങ്ങനെയാണ്. എല്ലാവിടെയും ക്യാമറയാണെന്നാണ് ഇയാൾക്കെതിരെ കുറച്ച് പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് പബ്ലിക്കായിട്ട് അവരുടെ ഇൻ്റർവ്യൂ അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ചുമ്മാ അങ്ങനെ ആരോപണം മാത്രമല്ല കേട്ടോ. ഇയാൾക്കെതിരെ അണ്ടർ ഏജ് ആയിട്ടുള്ള പെൺകുട്ടികൾ, അവർക്ക് വയസ്സായി, അവർ വന്ന് പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ്. ഇയാളുടെ എല്ലാവരുടെയും ക്യാമറയാണ്. ആ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ ക്യാമറയാണ്. എന്തിനാണ്?
റെക്കോർഡ് ചെയ്യാനോ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്ത് അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ബെനിഫിറ്റിന് യൂസ് ചെയ്യാനോ എന്തെങ്കിലും ആയിരിക്കും. എന്തിനാണെന്ന് നമുക്കറിയില്ല, ഉണ്ട് സംഭവം. അപ്പോൾ അത്രയും ഹാർഡ് ഡിസ്കും അതാണ് അവർ ഇപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഫുട്ടേജ് ഉണ്ടാവും. ഇത് എപ്പോൾ തുടങ്ങിയാണ്? 1990-ലൊക്കെയാണ് ഐലൻഡ് മേടിച്ചത്. ഇപ്പോൾ എത്ര കൊല്ലമായി? ഇപ്പോൾ 35 കൊല്ലമായി. 30 കൊല്ലം കൂട്ടിക്കോ. 5 കൊല്ലം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തു വിചാരിച്ചോ. 30 കൊല്ലമായി. അത്രയും ഫുട്ടേജ് ഉണ്ട്. മോക്കിംഗ് ബേർഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കോൾഡ് വാറിൻ്റെ സമയത്ത് CIA-ൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. 1940 to 50 കാലഘട്ടത്തിൽ മോക്കിംഗ് ബേർഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കൈൻഡ് ഓഫ് സിമിലർ തന്നെയാണ്. അത് മീഡിയക്കാരനെ കൺട്രോൾ ചെയ്യാൻ ഇവരൊരു പ്രൊപ്പഗൻഡ ഇറക്കി അവരുടെ ഒന്ന് ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് ഇവരുടെ നെറേറ്റീവ്സ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം അതും ഇതുമായിട്ട് ചെറിയ ബന്ധമുണ്ട് എന്നൊക്കെ ഈ കോൺസ്പിറസിക്കാർ പറയും. അപ്പം അങ്ങനെയാണ് ഇവർക്ക് ഒരു CIA ബന്ധം കിട്ടിയത്. അവിടെ നിൽക്കട്ടെ, അതിലേക്കൊന്നും പോകണ്ട വെറുതെ. അതൊക്കെ ഇതാണ്. ഇത് എനിക്കിടയ്ക്ക് തോന്നി ഇവർ തന്നെ ഈ നമ്മളെ ഈ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഓരോ സാധനങ്ങൾ ആക്കും. ഇയാൾ CIA ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും നോക്കണ്ടല്ലോ. അയാൾ CIA ആയിരിക്കും. പിന്നെ ബാക്കിയൊന്നും ചിന്തിക്കണ്ട. ഇയാൾ എന്ത് ചെയ്തു അതൊന്നും ചിന്തിക്കണ്ട. പിന്നെ എല്ലാം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്പൈ വർക്ക് ചെയ്തതാണ് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ, എളുപ്പമല്ലോ. അയാൾ CIA, പിന്നെ ബാക്കിയൊന്നും നോക്കണ്ട. പിന്നെ അയാൾ എന്തെങ്കിലുമൊക്കെ CIA ചെയ്യണമൊക്കെ ചെയ്തോട്ടെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നതൊക്കെ പല കാര്യങ്ങളും ഇവർ തന്നെ അടിച്ചിറക്കുകയാണ്. സിമ്പിളല്ലേ, നമ്മൾ ഡീവേറ്റ് ചെയ്യാമല്ലോ. എനിക്കങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്, പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇനിയാണ് നമുക്ക് മെയിൻ കാര്യം. ഞാൻ ആദ്യം തന്നെ ഹുക്കായ ഒരു കാര്യമുണ്ടല്ലോ, അതായത് എങ്ങനെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത്? ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഒരിക്കലും അറസ്റ്റും ചെയ്യാൻ പറ്റില്ല, അവരെ കോടതിയിലും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം കോടതി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ്റിലുള്ളവരിനെയും ഈ ലോകത്തുള്ള മെയിൻ ടീംസിനെ മുഴുവൻ പിടിച്ച് ജയിലിടേണ്ടി വരും. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ അവർ സമ്മതിക്കില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതാണ് നമ്മൾ ആദ്യം ഇവിടെ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫക്ക് യു മണിയാണ് അവരുടെ കയ്യിലുള്ളത്. സാധാരണ പൈസ ബില്യണർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫക്ക് യു മണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് അവർക്ക് തോന്നിയതൊക്കെ അവർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെക്കൊണ്ട് ഒന്നും ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനോ ഞങ്ങൾ ചെയ്യുന്ന ഈ ഓപ്പറേഷൻസൊക്കെ നിർത്താനോ നിങ്ങൾക്ക് പറ്റില്ല. അത് അവർക്ക് നല്ല വൃത്തിക്ക് അറിയാം. അതാണ് ഈ ഫക്ക് യു മണി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലുള്ളത്. അതുകൊണ്ടൊന്നും അവരെ തോറ്റാൻ പറ്റില്ല. അതാണ് ഈ എലീറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ കയ്യിലുള്ളത്. അതാണ് നമ്മളവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് 2006 അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്, ഒരു പെൺകുട്ടി കാണിച്ചൊരു ധൈര്യം, റെസ്പെക്റ്റ് ചെയ്യണം ശരിക്കും അതിനെ. അവിടെ നിന്നാണ് എപ്സ്റ്റീൻ്റെ ഈ ഡൗൺഫോൾ തുടങ്ങിയത്. വല്ലാത്തൊരു ധൈര്യമാണ് അതിന്. കാരണം അത് ചിലപ്പോൾ അതായത് അവരിങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇയാൾ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ കുട്ടീൻ്റെക്ക് നടന്നൊരു കാര്യം അവൻ്റെ പാരൻസിനോട് പറഞ്ഞു. ആ പാരൻസ് പോയിട്ട് ഈ കാര്യം പോലീസിനെ അറിയിച്ചു. അവിടെ നിന്നാണ് ഫസ്റ്റ് കേസ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂയിസൈഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് രണ്ടാമത് തവണയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തവണ എങ്ങനെ ഈ എപ്സ്റ്റീനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 2006 ഈ സംഭവം നടക്കുന്നത്. ഫ്ലോറിഡയിലെ 14 വയസ്സുള്ള ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം നടന്നു. പാം ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, മയാമിയിലെ പാം ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എപ്സ്റ്റീൻ ഒരു മാൻഷൻ ഉണ്ട്. ഇയാൾക്ക് കുറേ സ്ഥലത്ത് മാൻഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാൻഷനിൽ വെച്ചിട്ട് മസാജസ് എന്നാണ് ഇയാൾ ഈ പരിപാടിനെ വിളിക്കുന്നത്. ഈ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളില്ലേ, അതായത് ഇപ്പോൾ 14 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അറിയാത്തൊരു പ്രായം, കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പെൺകുട്ടികളെ ഇയാളുടെ മാൻഷനിലേക്ക് വിളിച്ചു വരുത്തും. എന്നിട്ട്
മസാജസിന് വേണ്ടിയിട്ടാണ് വിളിച്ച് വരുത്തുകയെന്നാണ് പൊതുവെ പറയാറ്. ചെയ്യുന്നത് പ്രോപ്പർ സെക്ഷൽ അസോൾട്ടാണ് ചെയ്യുന്നത്, അതും അണ്ടർ ഏജ് കിഡ്സിന്. ഇതൊന്നും പ്രോസ്റ്റിറ്റ്യൂഷനോ ഒന്നുമല്ല, ഇത് കിഡ്സാണ്. അത് ആലോചിക്കണം, ആ ഒരു ഡാർക്ക്നെസ് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഫ്ലോറിഡ ലീഗൽ ആയിരിക്കും, അങ്ങനത്തെ സ്ഥലത്തൊക്കെ ലീഗലാണ്. അതല്ല ഇത് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. മോസ്റ്റ് ഫക്ഡ് അപ്പ് തിങ് ആണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഈ വ്യത്യാസം. അതായത് നെവർ ഗെറ്റ് ഹൈ ഓൺ യുവർ ഓൺ പ്രൊഡക്റ്റ് എന്ന് പറയില്ല. അതായത് ഇപ്പം ഇയാളിപ്പോൾ ഇങ്ങനെ ഒരു അലമ്പനല്ല എന്ന് വിചാരിച്ചോ, അതായത് ഇയാളൊരു പെഡോഫൈൽ അല്ല, ഇയാൾക്ക് ഇങ്ങനെ ഈ വൃത്തികെട്ട ഒരു സ്വഭാവം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുടുങ്ങാനേ പോകുന്നില്ല. ഇയാളൊരു ഫെസിലിറ്റേറ്റർ മാത്രമായി ഇപ്പോഴും നിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം ഇയാൾ അന്ന് ഇങ്ങനെ ഈ ഫ്ലോറിഡയിൽ വെച്ചിട്ട് ഈ പാം ബീച്ചിൽ ഇയാളുടെ മാൻഷനിൽ വെച്ചിട്ട് ഈ ഹൈസ്കൂൾ പഠിക്കുന്ന പെൺകുട്ടികളെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. പുറത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റേറ്റ് ഈ മാമാപ്പണി ചെയ്തുകൊണ്ട് സിമ്പിളായി ജീവിക്കുന്നുണ്ടാവും. ഈ പെൺകുട്ടിയുടെ പേരും ഇതൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. ഈ പെൺകുട്ടി വേറെ അവരുടെ പാരൻസിനോടോ അവരുടെ ഗാർഡിയൻസിനടുത്ത് പറഞ്ഞു, അവർ പോലീസിനോട് പറഞ്ഞു. പോലീസ് ഇത് അന്വേഷിച്ചു. ഓപ്പറേഷൻ ലീപ്പ് ഇയർ എന്നാണ് ഇതിനെ അവർ വിളിക്കുന്നത്. FBI സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പെൺകുട്ടി 2 ആയി, 2 പോയി 6 ആയി, 6 പോയി, ഒരു ഡസൻ കണക്കിന് കേസായി. അതായത് ഒരു പാം ബീച്ചിലെ ഒരു മാൻഷനിൽ ഡസൻ കണക്കിന് ഹൈസ്കൂൾ സ്റ്റുഡൻസ്, അണ്ടർ ഏജ് സ്റ്റുഡൻസിന് ഇയാൾ കൊണ്ടുവന്ന് ഇതേപോലെ സെക്ഷൽ അസോൾട്ട് നടത്തി പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നായി കേസ്. വിത്ത് എവിഡൻസ്, വിത്ത് സാക്ഷികൾ, വിത്ത് എല്ലാം. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? ഇത്രയും സാക്ഷിയുണ്ട്, FBI ഇയാളുടെ പിന്നാലെയുണ്ട്, അപ്പം പിന്നെ ഇയാളെ പിടിച്ച് ജയിലിൽ ഇടുമല്ലോ, എത്ര കൊല്ലം കഠിന ജയിലിൽ ഇടുമല്ലോ, അങ്ങനെയല്ലേ സാധാരണ. നമ്മൾ സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ സംഭവം. US അറ്റോർണി ജനറലുണ്ട് ഫ്ലോറിഡയിലുള്ള, അലക്സാണ്ടർ അക്കോസ്റ്റ എന്നാണ് പുള്ളിയുടെ പേര്. 2008 ഈ കേസ് എടുത്തപ്പോൾ പ്ലീ ഡീൽ എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് അറിയില്ല. അമേരിക്കയിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാദിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, വാദിക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് പോവാം. അതിന് പോകുന്നതിന് മുന്നേ ഈ ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അത് ഈ US അറ്റോർണി ജനറലും ഈ ആരാണോ കുറ്റവാളി അവരുടെ വക്കീലുമായിട്ടാണ് അവർ ഡീൽ ഉണ്ടാക്കുക. അതായത് ഇത്ര കൊല്ലം നിങ്ങൾ ജയിലിൽ പോകും, ഈ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ, ഗിൽറ്റി എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇത്ര കൊല്ലം ജയിലിൽ പോകും, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരു ഡീൽ ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ കേസേ നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്ലീ ഡീൽ കൊടുത്തു. ഏറ്റവും ലീനിയൻ്റ് ആയിട്ട് ഇതുവരെ ഈ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു കേസിൽ ഇത്രയും ലീനിയൻ്റായിട്ട്, അതായത് ഇത്രയും ലിബറലായിട്ട് ഒരു പ്ലീ ഡീൽ കൊടുത്തത് വേറെ ഒരു സംഭവമില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. 13 മാസം പാം ബീച്ച് കൗണ്ടി ജയിലിലെ ഒരു പ്രൈവറ്റ് വിങ്ങിൽ സുഖജീവിതം മറ്റേ റിസോർട്ടിലൊക്കെ താമസിക്കില്ലേ, അതുപോലെ വെറും 13 മാസം. അതാണ് ആ പ്ലീ ഡീൽ കൊടുത്തത്. വെറും 13 മാസം നിങ്ങളൊരു സ്ഥലത്ത് ഒരുക്കി. വർക്ക് റിലീസ് പ്രിവിലേജ് വരെ ഉണ്ട്. ഈ ജയിൽ റെക്കോർഡ്സൊക്കെ ഉണ്ട്. അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെ അറിയോ? ഇയാൾ ഈ വർക്ക് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 11 മണിക്ക് അത്ര ജയിലിലേക്ക് വരിക. അതായത് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് വരെ ഉണ്ട്. നിങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ള ഇയാൾ ബില്യണറാണല്ലോ, ബാക്കി ആൾക്കാരുടെ പൈസയൊക്കെ മാനേജ് ചെയ്യണമല്ലോ. ഇതാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതില്ലേ അലക്സാണ്ടർ അക്കോസ്റ്റ എന്ന് പറഞ്ഞില്ലേ, അയാളാണ് ഈ ഡീല് കൊടുത്തത്. അയാൾ ഈ കേസിൻ്റെ വിധീൻ്റെ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പറയുന്നുണ്ട്. ഹീ ബിലോങ് ടു ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്.
ദിസ് ഗൈ ഹിസ് ബിലോങ് ടു ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രോപ്പർ സെൻറ്റൻസ് ഇങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ അതിലൊരു സെൻറ്റൻസിൻ്റെ ഒരു സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്, അതുകൊണ്ട് ഇയാൾ ചെയ്ത കാര്യങ്ങൾ പലതും സ്പൈ വർക്ക് പോലെ ആയിരിക്കാം, അതുകൊണ്ട് ഇയാളിനെ മുഴുവൻ പ്രോസിക്യൂട്ട് ചെയ്യുക പറഞ്ഞാൽ ഡീലല്ലാണ്ട് ഈ വാദിക്കുന്ന പരിപാടിയില്ല, അതിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ പ്ലീ ഡീൽ കൊടുത്തത് എന്ന് അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ഇയാൾ മൊസാദാണോ ഇയാൾ CIA ആണോ എന്നുള്ള സംശയം. ഇത് ഏതോ ഒന്നാണ്, അത് മാത്രമേ പിന്നെ കൺഫ്യൂഷനുള്ളൂ. അല്ലാതെ ഇയാൾ ഇത് സ്പൈ ആണ് അല്ലെങ്കിൽ ഇയാളൊരു ബ്ലാക്ക് മെയിൽ ഓപ്പറേഷൻ നടത്തുന്ന ആളാണെന്ന് കൺഫേമായി. അത് ഏത് ഏജൻസിക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രമേ പിന്നെ ഡൗട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ CIA ആണോ മൊസാഡ് ആണോ എന്നൊക്കെ വെറുതെ തള്ളി മറിക്കുകയാണോ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ, ഇതാണ് കാര്യം. ആദ്യത്തെ കേസിൽ ഇയാളിനെ ലീനൻ്റായിട്ട് വെറുതെ വിട്ട പോലെ ഒരു പ്രൈവറ്റ് ജയിലിൽ ഏതോ ഒരു അടിപൊളി ഒരു റിസോർട്ട് പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് വിട്ടത് ഈ പേരും പറഞ്ഞിട്ടാണ്. ആ വിധിയിൽ ഇങ്ങനെ ഒരു സംഭവം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഹി ബിലോങ് ടു എ ഇൻ്റലിജൻസ് ടീം. അതെന്താണെന്നൊന്നും അതിൽ പറയുന്നില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അന്ന് അയാൾ രക്ഷപ്പെട്ടു. പിന്നെയാണ് 2018 മയാമി ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പ്ലീ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസില്ല. അപ്പോൾ ഓപ്പറേഷൻ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞിട്ട് FBI തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇയാളുടെ ഫുള്ള് ചരിത്രം എടുക്കാൻ. ഒരു പെൺകുട്ടി, 2, 3, പിന്നെ ഒരു ഡസൻ പെൺകുട്ടികളായി ആ ഒരു കേസ്, ഒരു ലിങ്കപ്പില്ലേ, അതൊക്കെ നിർത്തിവെക്കേണ്ടി വന്നു ഈ പ്ലീ ഡീല് കാരണം. ഈ അലക്സാണ്ടർ അക്കോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് ട്രംപ് ഇയാൾക്ക് വലിയൊരു പ്രൊമോഷനൊക്കെ കൊടുത്തു 2017. ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിൽ ഇയാളിനെ അവിടുത്തെ ലേബർ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ലേബറോ അങ്ങനെ എന്തോ ആക്കിയിട്ട് ഇയാൾക്ക് പ്രൊമോഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് മനസ്സിലാവുന്നുണ്ടോ? അതാണ് സംഭവം. ഇനി അടുത്തത് 2017, പിന്നെ പറയാൻ കാര്യം 2018 കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു കഴിഞ്ഞാൽ മയാമി ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഉണ്ട്, ജൂലി കെ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരൊരു എക്സ്പ്ലോസീവ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എഴുതുകയാണ്. അതിൽ കുടുങ്ങി. അതിൽ ഈ എല്ലാ ചരിത്രവും അതും ഇതും എല്ലാം ഉണ്ട്. ജൂലൈ 6 ഈ ഒരു റിപ്പോർട്ട് കാരണം ജൂലൈ 6 2019 അറസ്റ്റ് ചെയ്തു. ഒരു മാസം കഴിയുമ്പോഴേക്കും സൂയിസൈഡാണെന്ന് അവർ പറയുന്നു. എന്താണെന്ന് ആർക്കും അറിയില്ല. ഇതിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇയാളുടെ കഴുത്തിൽ വേറെ ഒരു മെത്തേഡിലാണ് മുറിവുള്ളതെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ ഈ മെഡിക്കൽ എക്സ്പേർട്സിൻ്റെ കാര്യങ്ങളാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ബോധറേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇയാളുടെ സൂയിസൈഡിൻ്റെ കാര്യം, അതിൽ തന്നെ ഒരു 10-15 അനോമലീസ് ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ അനോമലീസ് വേണോ? എനിക്ക് വേണ്ടവരുണ്ടാവും, അവർക്ക് ഇനിയും തപ്പിയെടുക്കാം. മെഡിക്കൽ അബ്നോർമാലിറ്റീസ് ഇൻ എപ്സ്റ്റീൻ സൂയിസൈഡ് എന്ന് അടിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. ഞാൻ അതൊന്നും പറയുന്നില്ല, എനിക്ക് വേണ്ടത് ഇപ്പോൾ. ഇനി അടുത്ത കാര്യം നോക്കേണ്ടത്, കുറേ സെലിബ്രിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ആരാണ് ഇവരൊക്കെ? പേരുകളുണ്ടാവുമല്ലോ, കോടതി ഡോക്യുമെൻറ്റിലോ എന്തെങ്കിലും പേരുകളുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് ആൾക്കാർ? അത് നോക്കാം നമുക്ക്, നല്ല രസമായിരിക്കും. അതിന് മുന്നേ ഏറ്റവും വലിയൊരു സാധനം പറഞ്ഞുതരാം. ഡൊണാൾഡ് ട്രംപ് 2002 എപ്സ്റ്റീനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. എനിക്ക് എപ്സ്റ്റീനെ 15 കൊല്ലമായിട്ട് അറിയാം. 2002 15 കൊല്ലമായിട്ട് അറിയാം. എ ടെറിഫിക് ഗൈ. ന്യൂയോർക്ക് മാഗസീനിന് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്.
ലോഡ് ഓഫ് ഫൺ, ലൈക്ക് ബ്യൂട്ടിഫുൾ വുമൻ ആസ് മച്ച് ആസ് ഐ ഡു. പുള്ളി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ എം നോട്ട് മേക്കിംഗ് ദിസ് അപ്പ്. ഡൊണാൾഡ് ട്രംപ് 2002 ഈ കേസുകളും ഇതെല്ലാം വരുന്നതിന് മുന്നേ. ചുമ്മാ ആണോ എലോൺ മസ്ക് പറഞ്ഞ് എപ്സ്റ്റീൻ ലിസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ട് ഇത്? പക്ഷേ ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സ് സമ്മതിക്കില്ല. അവർ പറയും ഏയ് ട്രംപ് അങ്ങനെ ചെയ്യൂ, ട്രംപ് ഒരിക്കലും ചെയ്യില്ല. ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. 2024 ഒരു 900 പേജിൻ്റെ ഒരു കോർട്ട് ഡോക്യുമെൻ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോർട്ട് ഡോക്യുമെൻ്റ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഈ പേരുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും അവിടെ പോയി ഈ ചൈൽഡ് ചെറിയ അണ്ടർ ഏജ് ആയിട്ടുള്ള ആൾക്കാരനെ പീഡിപ്പിച്ചു എന്നല്ല ഇതിൻ്റെ ഒരു ഇത്. ഇവരൊക്കെ ഈ ഒരു കോർട്ട് ഡോക്യുമെൻറ്റിൽ പേരുകളുള്ള ആൾക്കാരാണ്. ഇയാളൊരു ബിസിനസ് മാനാണ്. ഓൾസോ ഹീസ് എ വെരി ബിഗ് ഇൻവെസ്റ്റർ. എത്രയോ സയൻറ്റിഫിക് പ്രൊജക്ട്സിലും സയൻറ്റിഫിക് റിസർച്ചിനും പൈസ വാരി എറിഞ്ഞിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഒരുപാട് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പേരൊക്കെ വന്നു പറഞ്ഞിട്ട് ഈ മീംസും ഇതൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? അതൊക്കെ ഈ കോർ ഡോക്യുമെൻ്റ് എന്ന് വന്നതാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന പേരുകൾ അവരെല്ലാവരും പോയി ഈ ഇവരെ ഈ സെക്ഷൽ അസോൾട്ട് ചെയ്തു എന്നല്ല അതിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടാവാം, ആർക്കറിയാം. ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ഫുള്ളായിട്ട് റിഡാക്റ്റ് ചെയ്യാണ്ട് ഇത് റിഡാക്റ്റ് ചെയ്തിട്ടാണ് ഈ ഡോക്യുമെൻ്റൊക്കെ വരിക. ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഫുള്ളായിട്ട് പുറത്ത് വിട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇല്ലാണ്ട് നമുക്ക് അസ്യൂം ചെയ്യാനല്ലേ പറ്റുള്ളൂ. അത് പുറത്തു വിടാൻ പറഞ്ഞാൽ ഇവർ വിടുകയില്ല. വീഡിയോസും ഉണ്ട്, അതും പുറത്തു വിടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഊഹിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. മെയിനായിട്ട് കുറേ സാക്ഷികൾ, കുറേ പെൺകുട്ടികൾ ഇപ്പോൾ മുന്നോട്ട് വന്നു ആ സമയമാകുമ്പോഴേക്കും. അതിൽ മെയിൻ 2 ആൾക്കാരുണ്ട്. ജൊഹാന ഷൊബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയും വെർജീനിയ ജുഫ്രെ എന്ന് പറഞ്ഞിട്ടുള്ള 2 പെൺകുട്ടികൾ. അവർക്ക് ഇപ്പോൾ ഒരു 10-40 വയസ്സായി. പക്ഷെ അവർ ആ ഒരു പ്രായത്തിൽ ഒരു അണ്ടർ ഏജ് ആയിരുന്നു. അവരുടെ പല സ്ഥലത്ത് ഈ ഐലൻഡിലും അതേപോലെ ഇയാളുടെ കുറേ മാൻഷനിലും ഇയാളുടെ ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. ഈ കുറേ സെലിബ്രിറ്റീസിൻ്റെ പേര് ഇയാൾക്ക് കുറേ പ്രൈവറ്റ് ജെറ്റുകളുണ്ട്. ഇയാൾ അത് എല്ലാവർക്കും കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പോൾ കുറേ ആൾക്കാരെ കൺട്രോൾ ചെയ്യണം. എല്ലാവരും ഈ ചെറിയ അണ്ടർ ഏജ് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരല്ല. പലവർക്കും പല ആവശ്യങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ആദ്യം പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം ഓർമ്മയുണ്ട. ചിലവർക്ക് അതിലായിരിക്കും ഇൻട്രസ്റ്റ്, അവർ അതിക്ക് പോകും. കുറേ മൈരന്മാർ അങ്ങനെ. വേറെ കുറേവർക്ക് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു പ്രൈവറ്റ് ജെറ്റ് കിട്ടുമോ, ആശാന ഒരു ലിഫ്റ്റ് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇയാൾ എന്ത് ചെയ്യും, ഈ ഒരു ഫ്ലൈറ്റ് കൊടുക്കും. നിങ്ങൾ ഫ്ലൈറ്റ് പൊയ്ക്കോ എന്ന് പറയും. ആ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫ്ലൈറ്റ് അവർക്ക് ആവശ്യമുള്ള വഴി കൂടെയൊക്കെ പോവുക, എങ്ങോട്ട് വേണമെങ്കിൽ പോവുക. അപ്പോൾ അതവർക്കൊരു ഉപകാരം ചെയ്ത പോലെ ആയില്ലേ. അപ്പോൾ ഇനി ഇയാൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് പുള്ളിയുടെ ഒരു സംഭവം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയല്ല, അത് നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പേര് ഈ കോർ ഡോക്യുമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പേരുകൾ 2-3 പേരുടെയാണ് പറഞ്ഞുതരാം. 73 തവണ മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബിൽ ക്ലിൻ്റൻ്റെ പേരാണ്. ജൊഹാന ഷോബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ജൊഹാന ഷോബർഗ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. പുള്ളിക്കാരിയുടെ അടുത്ത് എപ്സ്റ്റീൻ പറഞ്ഞത്രേ, ബിൽ ക്ലിൻ്റൺ ഹീ ലൈക്സ് ദം യങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഹീ ലൈക്സ് ദം യങ്. ലൈക്സ് വാട്ട് യങ്? പ്രിൻസ് ആൻഡ്രൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു അപ്പൂപ്പൻ തെണ്ടി കിളവനാണ്. അയാളൊക്കെ കാണണം. ഈ ജൊഹാന ഷോബർഗ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്,
ഈ എപ്സ്റ്റീൻ്റെ മാൻഷനിൽ വെച്ചിട്ട് ഗ്രോപ്പ് ചെയ്യാൻ ശ്രമിച്ചു പുള്ളിക്കാരിനെ, ഈ പ്രിൻസ് ആൻഡ്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെർജീനിയ ജൂഫ്രെ എന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാരിക്ക് $15,000 കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി 17 വയസ്സുള്ളപ്പോൾ $15,000 എപ്സ്റ്റീൻ കൊടുത്തിട്ടുണ്ട് ഈ പ്രിൻസ് ആൻഡ്രൂ ആയിട്ട് സെക്സിൽ ഏർപ്പെടാൻ. ഇതൊക്കെ സാക്ഷികൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. പബ്ലിക്കായിട്ട് വന്ന സാക്ഷികളുണ്ട്. ജെയിൻ ഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ജെയിൻ ഡോ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഈ ഫേക്ക് നെയിം എന്നൊക്കെ പറയില്ല, അതുപോലെ ഫേക്ക് നെയിംസ് വരും. അതായത് ഒരു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവരൊക്കെ ഭയങ്കര, ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 പേരും ഇല്ലേ, അത് ശരിക്കും ഞാനും അങ്ങനെ പേര് പറയുന്നത് ശരിയല്ല. പക്ഷെ ഇവർ പബ്ലിക് ആൾക്കാരാണ്. അവർ ഒരുപാട് ഇൻ്റർവ്യൂസ് 60 Minutes എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അത് അവർ തന്നെ വന്ന് സംസാരിക്കുന്നുണ്ട്. കാരണം അത്രയും ട്രോമയിൽ കൂടെ കടന്നു പോയിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ ധൈര്യം കാണിച്ചു. ഫേസ് കാണിക്കാൻ ധൈര്യം കാണിച്ച 2 ആൾക്കാർ മാത്രമാണിത്. വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരുടെ പേരൊന്നും നമുക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. ഈ 2 പേരുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. 2 പേരായില്ലേ. ബിൽ ഗേറ്റ്സ്. എന്ത് തോന്നിവാസം ഉണ്ടോ ബിൽ ഗേറ്റ്സിൻ്റെ പേര് അവിടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ. എന്ത് കോവിഡ് വന്നാൽ അതിൻ്റെ പിന്നിൽ ബിൽ ഗേറ്റ്സ് ഉണ്ട്, എല്ലാത്തിൻ്റെ പിന്നിൽ ഇയാളുണ്ട്. അത് എങ്ങനെയാണെന്നും അറിയില്ല. അവിടെ പേരുണ്ട്. ഈ മറ്റേ 2006-08 ആ ഒരു അറസ്റ്റ് ചെയ്തില്ലേ പുള്ളിനെ, അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഒരു 10 കൊല്ലം ഉണ്ടായിരുന്നല്ലോ രണ്ടാമത് അറസ്റ്റ് ചെയ്യണതിൻ്റെ ആ സമയത്ത്. അപ്പോഴേക്കും ഇയാൾ ഇങ്ങനെ ഒരാളാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുവിട്ടാ. ഈ ഹോൾ വേൾഡ് നോസ് ഹീസ് എ പെഡോഫൈൽ. അത് കഴിഞ്ഞിട്ടും ബിൽ ഗേറ്റ്സും ഇയാളുമായിട്ട് പല യാത്രകളും നടത്തിയിട്ടുണ്ട്. പല മീറ്റിങ്സിലും പല ഡിസ്കഷനും ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ആരെങ്കിലും ബിസിനസ്സിന് പോകും? നമ്മുടെ പേരും കൂടെ മോശമാവുമല്ലേ. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും വലിയൊരു പബ്ലിക് ഫിഗർ പോകണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ എന്തായിരിക്കും ലെവറേജ്, എന്തായിരിക്കും പുള്ളിയുടെ കയ്യിൽ ഉണ്ടാവുക? വീഡിയോ ടേപ്സ് ആണോ, വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണോ, അറിയില്ല. മൈക്കിൾ ജാക്സൻ്റെ പേരുണ്ട്. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു മെജീഷ്യൻ ഉണ്ട്. ഇപ്പോഴത്തല്ല, കുറച്ച് പണ്ടത്തെയാണ്. വലിയ മാജിക്കൊക്കെ കാണിക്കുന്ന പുള്ളിയുടെ പേരുണ്ട്. ലെസ് വെക്സ്നറിൻ്റെ പേരുണ്ട്. നമ്മുടെ പണ്ടത്തെ ബോസ്, ഡിബുക്കിൻ്റെ ആൾ, അയാളുടെ പേരുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലത്തെ പല സയൻറ്റിസ്റ്റുകളുണ്ട്, അവരുടെയൊക്കെ പേരുണ്ട്. ജീൻ ലൂക്ക് ബ്രൂണൽ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണോ പ്രൊണൗൺസിയേഷൻ അറിയില്ല, ഒരു ഫ്രഞ്ചുകാരനുണ്ട്. പുള്ളിയുടെ ഒരു ഫാഷൻ ഡിസൈനറൊക്കെയാണ് പുള്ളിയുടെ പേരുണ്ട്. ഇതൊക്കെ മേജർ ആൾക്കാരായതുകൊണ്ടാണ് ഇവരെയൊക്കെ അറിയുന്നത്. പുള്ളി 2002 പാരീസിലെ ജയിലിൽ വെച്ചിട്ട് സൂയിസൈഡ് ചെയ്തു. എല്ലാവരും പിന്നെ സൂയിസൈഡ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ തെളിവില്ലല്ലോ. സൂയിസൈഡ് ചെയ്താൽ പിന്നെ സൂയിസൈഡ് ചെയ്തു, ഇനിയിപ്പോൾ അതിനും ഇല്ലല്ലോ. വെർജീനിയ ജൂഫ്രെയാണ് ഈ ജീൻ ലൂക്ക് ബ്രൂണലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ബിൽ റിച്ചാർഡ്സൺ എന്ന് പറഞ്ഞിട്ട് ന്യൂ മെക്സിക്കോ ഗവർണറായിട്ടുള്ള, അമേരിക്കയിൽ തന്നെ സ്റ്റേറ്റ് ആയിട്ടുള്ള ന്യൂ മെക്സിക്കോ ഗവർണറായിട്ടുള്ള ഗവർണറായിട്ടുള്ള ബിൽ റിച്ചാർഡ്സൺ ഉണ്ട്. പുള്ളി 2023 മരിച്ചു. ഗ്ലെൻ ഡുബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബില്യണർ ഹെഡ്ജ് ഫണ്ട് മാനേജർ ഉണ്ട്. പിന്നെ MITയിൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള മാർവിൻ മിൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. പുള്ളിയാണ് അമേരിക്കയിലെ ഈ AI ൻ്റെ ഒരു തുടക്കക്കാരെന്ന് പറയില്ലേ, അത് ഈ MIT എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മെയിൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ AI പരിപാടി കൊണ്ടുവന്നത് ഈ മാർവിൻ മിൻസ്കിയാണ്. ഇത്രയും ആൾക്കാരുണ്ട്. പിന്നെ ബാക്കി കുറേ പേരുണ്ട്. ഡിക്കാപ്രിയോ ഉണ്ട്, കാമറോൺ ഡിയാസ് എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട്, അവരുണ്ട്. കേറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നടിയുണ്ട്. കെവിൻ സ്പേസി ഉണ്ട്. നവോമി ക്യാമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു നടിയുണ്ട്. പിന്നെ ഒരു 150 പേരുണ്ട് എന്നാണ് ആ ഡോക്യുമെൻറ്റിൽ പറയുന്നത്. നമുക്ക് പബ്ലിക് ഫിഗർ ആയിട്ടുള്ളവരുടെ മാത്രമേ ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതിലൊന്നും പേരില്ലാത്തവരും ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇനി ഇതൊന്നുമല്ല, വേറൊരു സ്ത്രീയുണ്ട്, ജിസ്ലെയ്ൻ മാക്സ്വെൽ എന്നാണ് അവരുടെ പേര്. ബ്രിട്ടീഷുകാരിയായിട്ടുള്ള ജൂയിഷ് ആയിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, ജിസ്ലെയ്ൻ മാക്സ്വെൽ. ആരാണ് ജിസ്ലെയ്ൻ മാക്സ്വെൽ
ഹൗ ജിസ്ലൈൻ മാക്സ്വെൽ ഈസ് റിലേറ്റഡ് ടു ജെഫ്രി എപ്സ്റ്റീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണറാണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഭാര്യ അങ്ങനെയല്ല, പാർട്ട്ണറാണ്. റിക്രൂട്ടിങ് ഫുള്ള് പുള്ളിക്കാരിയാണ് എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കലും ഇയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലും എല്ലാം ഈ സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. ഈ സ്ത്രീ ഇപ്പോഴും ജീവനോടെ ഉണ്ട് കേട്ടോ, ജയിലിലുണ്ട്. ഈ സ്ത്രീൻ്റെ ഡോക്യുമെൻസും പുറത്തു വന്നിട്ടില്ല. ഇവരും ഇപ്പോൾ ജയിലിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ ഒരു വാദം ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഡോക്യുമെൻ്റ് എല്ലാം പബ്ലിക് ആക്കാതെയും ഇരിക്കാം. അതും പബ്ലിക്കല്ല. ഇവരിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, അതും മറ്റേ ചോദ്യം ചെയ്യലല്ലേ, FBI മറ്റവർക്ക് വന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടാവും പോലീസുകാരൊക്കെ, അതും പുറത്ത് വന്നിട്ടില്ല. ജിസ്ലൈൻ മാക്സ്വെൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്, പുറത്ത് വന്നിട്ടില്ല. മൊസാഡാണോ എന്നൊരു ചോദ്യം വന്നില്ലേ, അത് ഈ ജിസ്ലൈൻ മാക്സ്വെല്ലിലൂടെയാണ് വന്നിരിക്കുന്നത്. ജിസ്ലൈൻ മാക്സ്വെൽ എന്ന് പറഞ്ഞ സാധാരണ ഒരു സ്ത്രീയല്ല, റോബർട്ട് മാക്സ്വെൽ എന്ന് പറയും. റോബർട്ട് മാക്സ്വെല്ലിൻ്റെ മകളാണ് ജിസ്ലൈൻ മാക്സ്വെൽ. ആരാണ് റോബർട്ട് മാക്സ്വെൽ? റോബർട്ട് മാക്സ്വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബില്യണറായിട്ടുള്ള ഒരു മീഡിയ മോഗുലാണ്. ഇയാൾക്ക് ഒരുപാട് പ്രസ്സും കാര്യങ്ങളും ന്യൂസ് പേപ്പറും പല കമ്പനീസും ഉണ്ട്. ബ്രിട്ടനിലാണ് ബേസ്ഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പെട്ടെന്നൊരു പേര് പറയാൻ പറഞ്ഞാൽ ഡെയിലി മിറർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ന്യൂസ് പേപ്പറില്ലേ, ഡെയിലി മിറർ ഇയാളുടെയാണ്, റോബർട്ട് മാക്സ്വെലിൻ്റെയാണ്. റോബർട്ട് മാക്സ്വെൽ ഈസ് ആൻ ഇസ്രയേലി സ്പൈ. ഒരു ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്. ഞാൻ ബുക്കിൻ്റെ പേര് അടക്കം വെച്ചിട്ടുണ്ട്. റോബർട്ട് മാക്സ്വെൽ, ഇസ്രയേലി സൂപ്പർ സ്പൈ, ദ ലൈഫ് ആൻഡ് മർഡർ ഓഫ് എ മീഡിയ മോഗുൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അത് മേടിക്കാനൊക്കെ കിട്ടും തോന്നുന്നുണ്ട്. ഗോർഡൻ തോംസൺ ആൻഡ് മാർട്ടിൻ ഡിലൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പേര് എഴുതിയ അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട്. ഐ എം നോട്ട് മേക്കിംഗ് ദിസ് അപ്പ് ഓർ എനിത്തിങ്, ദർ ഈസ് എ ബുക്ക്. ദ പ്രോമിസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒക്ടോപ്പസ് മേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് അതിനെക്കുറിച്ചൊരു സീരീസ് ഉണ്ട്, ഒക്ടോപ്പസ് മേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ. ഈ കോൺസ്പിറസി താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സീരീസ് കാണാം. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും ആ സീരീസ്. അതായത് സിമ്പിൾ ഒരു മിനിറ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻസ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി ഈ കമ്പ്യൂട്ടറൊക്കെ വന്ന സമയമാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തു. എന്തിന്? ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അങ്ങനെ ഗവൺമെൻറ്റിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടിയിട്ട് പ്രോമിസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ കൊടുത്തു. ആ സോഫ്റ്റ്വെയറിൽ ഒരു ബഗ് ഈ ഇൻസ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്ന് ഇടനിലക്കാരനായിട്ടുള്ള ഒരാൾ വന്ന് മേടിച്ച് അതിലൊരു ബഗ് കയറ്റി വിട്ടു. ബാക്ക് ഡോർ ആ ഒരു സോഫ്റ്റ്വെയറിൽ കയറ്റി വിട്ടു. എന്നിട്ടാണ് അത് ഗവൺമെൻറ് ഏജൻസീസിന് വിറ്റത്. ആ ഒരു കേസിലും ഇയാൾ ഇൻവോൾവ്ഡ് ആണ്. വനൂനു കേസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കേസുണ്ട്. ഒരു ഇസ്രയേലി ന്യൂക്ലിയറിൻ്റെ ഒരാൾ വന്നിട്ട് അയാൾ സൺഡേ ടൈംസിന് ഇസ്രയേലി ന്യൂക്ലിയറിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് സംഭവം. അയാളെ കിഡ്നാപ്പ് ചെയ്ത് ഇസ്രയേലിൽ കൊണ്ടുപോയി അവിടെ 18 കൊല്ലം പ്രിസണിനൊക്കെ വിധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കേസുണ്ട്. അതിലും ഈ റോബർട്ട് മാക്സ്വെൽ ഇൻവോൾവ്ഡ് ആണ്. റോബർട്ട് മാക്സ്വെല്ലിൻ്റെ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിസ്റ്റീരിയസ് ഡെത്താണ് റോബർട്ട് മാക്സ്വെൽ ഉണ്ടായിരുന്നത്. 91 ഇയാളുടെ ഒരു യോട്ടിൽ ഇയാൾ ഒരു അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ജിസ്ലൈൻ്റെ അച്ഛൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ഫ്യൂണറലിന് അന്നത്തെ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള, ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നറിയില്ല, ഇറ്റ്സക് ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററാണ്. ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ സംഭവം ഇത്രയാണ്. റോബർട്ട് മാക്സ്വെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ മൊസാഡ് അല്ലെങ്കിൽ ഇസ്രായേൽ സ്പൈ ആണ്. അയാൾ ഇസ്രായേലിന് വേണ്ടി മാത്രമാണെന്നും പറയുന്നില്ല. അയാൾ MI6നും KGBക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈസ് എ വെൽ കണക്റ്റഡ് ഗൈ. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഈ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ പുള്ളി മരിച്ചു കഴിഞ്ഞു, 91 പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, പുള്ളി നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മെല്ലെ മകൾക്ക്
കൈമാറി. മകൾക്ക് കൈമാറിയിട്ട് മകള് ആ ഒരു സംഭവം കൊണ്ടിട്ട് നേരെ എപ്സ്റ്റീൻ്റെ അടുത്ത് വന്നു. ആദ്യം ഗേൾ ഫ്രണ്ട് ആയിരുന്നു, പിന്നെ അസിസ്റ്റൻ്റായി, റിക്രൂട്ടറാണ്. ഈ സെക്സ് ട്രാഫിക്കിങ്ങിൽ കൂടെ ഒരു പങ്കാളിയാണ്. ഈ ഹണി പോട്ടും ഈ അണ്ടർ ഏജ് ഗേൾസിനെയും എല്ലാം ഗ്രൂം ചെയ്തെടുക്കുന്നതിൽ മെയിൻ ആളാണ് ഈ ജിസ്ലൈൻ മാക്സ്വെൽ. ജൂലൈ 2, 2020 പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത്. ഏത് എപ്സ്റ്റീൻ മരിക്കുമ്പോഴൊക്കെ പുള്ളിക്കാരനെ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പുള്ളിക്കാരിങ്ങനെ നടക്കുകയാണ്. കാരണം ഇവരൊക്കെ അതാ ഞാൻ പറഞ്ഞു ഫക്ക് യു മണി എന്ന് പറയില്ല, അതുപോലെ അത്രയും പവർഫുള്ളാണ്. അവരുടെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്താൽ ഇവർ ചെയ്ത തോന്നിവാസം തന്നെ പുറത്ത് വരും. പിന്നെ എങ്ങനെയാണ് അവരിനെ അറസ്റ്റ് ചെയ്യുക? ചെയ്യാൻ പറ്റില്ല. 20 കൊല്ലം പ്രിസണിന് ഇപ്പോൾ വിധിച്ചിട്ടുണ്ട് കേസ്. ലോ സെക്യൂരിറ്റി ഫെഡറൽ ഫെസിലിറ്റി ഇൻ ഫ്ലോറിഡയിലുള്ള എല്ലാം ലോ സെക്യൂരിറ്റി പ്രിസണിലെ പിന്നെ വിടുള്ളൂ. അറിയാലോ, ഹൈ സെക്യൂരിറ്റിയിലൊന്നും വിടാൻ പറ്റില്ല. അവിടെ ആകുമ്പോൾ പിന്നെ സൂയിസൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗാർഡ്സൊക്കെ കിടന്ന് ഉറങ്ങണം, അങ്ങനത്തെ ഈ ക്യാമറയൊക്കെ വർക്ക് ചെയ്യാത്ത അങ്ങനെ വല്ല ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അവർ വേണമെങ്കിൽ അങ്ങോട്ട് ആളെ മാറ്റും. എന്തിനാ കഷ്ടപ്പെടണം? ഇനി കുറച്ച് മൊസാഡ് കണക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 2016 യഹൂദ് ബറാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്തെ ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആൾ ഡസൻ ടൈംസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് എപ്സ്റ്റീൻ്റെ ടൗൺ ഹൗസിലേക്ക് വരുന്നതും പോകുന്നതും. ഷിമോൻ പെരസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ 2 ടൈം ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. യഹൂദ് ഓൾമേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 2006 to 2009 വരെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇവരെല്ലാവരും എപ്സ്റ്റീൻ്റെ സർക്കിളിലുള്ള ആൾക്കാരാണ്. ഇതാണ് മൊസാഡ് കണക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം എനിക്കും തോന്നി, ഉള്ളത് പറയാമല്ലോ. ഇത്രയും ഫേമസ് മീൻസ് ഒരു ഏജൻറ്റ്, ഇത് എപ്പോഴും എനിക്കും ഒരു ഇതുള്ളതാണ്. ഇപ്പോൾ ഒരു ഏജൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ജെയിംസ് ബോണ്ട് പോലെ ഈ നാട്ടിലിറങ്ങി വെടിവെക്കുക, കാറ് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഇതിൽ കൂടെ പോവുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അവരൊക്കെ ഭയങ്കര സീക്രട്ടീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒന്നാമത് ഒരു ഫേക്ക് നെയിമിലും ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയിലായിരിക്കും അവർ ജീവിക്കുക തന്നെ. അവരുടെ ഒറിജിനൽ പേരൊന്നും ആർക്കും അറിയ പോലുമില്ല. അങ്ങനെയുള്ളവരാണ് ശരിക്കും ഈ സ്പൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്രയും റിച്ച് ബില്യണറായിട്ടുള്ള ഒരാളിനെ സ്പൈ ആക്കി വെക്കുകയോ? ഇറ്റ്സ് എ വാലിഡ് ചോദ്യം തന്നെയാണ്. ഈ കോൺസ്പിറസി ടീമിനോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം തന്നെയാണ്. ഈസ് ഹി ടു ഫേമസ് ടു ബി ആൻ ഏജൻറ്റ്? ചോദിക്കാം, ഒരു മറുചോദ്യം ചോദിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മറുചോദ്യം ചോദിക്കാം. ഒരാളെ കൊണ്ട് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? ഒരു വാൾ സ്ട്രീറ്റ് ഡിഗ്രിയും ഇല്ല, ഒരു ലൈസൻസും ഇല്ല, ഒരു 10 കുറേ കൊല്ലം എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളിനെ ഇത്രയും പൈസ അയാൾ ഹാൻഡിൽ ചെയ്ത് എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ പൈസ? ഇയാൾ ബില്യണർ ആണെന്ന് പറയുന്നു. നോക്കൂ, നിങ്ങൾ ബില്യണർ ലിസ്റ്റ് എടുത്തോ. ഇപ്പോൾ ലോകത്തുള്ള ബില്യണർമാർ അത് കുറച്ചെണ്ണം ഉള്ളൂ, ഒരുപാട് പേരൊന്നുമില്ല. ബില്യണർമാരുടെ ലിസ്റ്റ് എടുത്തോ, എല്ലാവർക്കും ഒരു നോൺ ബിസിനസ് ഉണ്ടാവും. ഓക്കെ, ഒരു ബിസിനസ് ഉണ്ടാവും. ആ വാറൻ ബഫറ്റ് ആണ് ഫുള്ളി ഒരു ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബില്യണർ. ബാക്കി അങ്ങനത്തെ ഒരു ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബില്യണർ ഉണ്ടാവും. പക്ഷേ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. വാറൻ ബഫറ്റിനൊരു കമ്പനി ഉണ്ട്. പുള്ളിക്കാരൻ പണ്ടോട്ടേ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. കൊക്കക്കോളയിലും മറ്റേലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ബില്യണറായിട്ടുള്ള ആളാണ്. ഇങ്ങനൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പോലും എപ്സ്റ്റീനില്ല. ഞാൻ ഇന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് ഞാൻ പണ്ട് തൊട്ടേ ഇൻവെസ്റ്റ് ചെയ്തതാണ്, അത് കാരണം എനിക്ക് ഇത്ര 30 കൊല്ലം കൊണ്ട് ഞാനൊരു ബില്യണറായി. അങ്ങനെയാണ് വാറൻ ബഫറ്റിൻ്റെ കഥ. അങ്ങനെ ഒരു കഥ പോലും പറയാനില്ല എപ്സ്റ്റീന്. പിന്നെ എങ്ങനെ ഇയാൾ ബില്യണറായി? എവിടെ നീ ഫണ്ടിങ് വന്നു? അതാണ് അപ്പോളേ ഒരു സംശയം പറഞ്ഞില്ല, അതിന് എതിര് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ബുക്കും കൂടിയുണ്ട്, എപ്സ്റ്റീൻ ഡെഡ് മെൻ ടെൽ നോ ടെയിൽസ് ബൈ ഡിലൻ ഹൊവാർഡ്, മെലീസ ജെയിംസ് റോബർട്ട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓതേഴ്സിൻ്റെ ഒരു ബുക്കാണ്. അതും നിങ്ങൾക്കൊക്കെ റെഫർ ചെയ്യാം വേണമെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു ഏറ്റവും വിഷമം, ഏറ്റവും സാഡായിട്ടുള്ളൊരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെർജീനിയ ജൂഫ്രെ ഉണ്ടല്ലോ, ഒരു പബ്ലിക്കായിട്ട് വന്ന സാക്ഷി പറഞ്ഞ ആ ഒരു സ്ത്രീ,
അണ്ടർ ഏജ് ചെറുപ്പത്തിൽ അവരിനെ ഒരുപാട് ട്രാഫിക് ചെയ്ത് പല കാര്യങ്ങളും പുള്ളി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പല വെളിപ്പെടുത്തുകളും ഈ കാര്യങ്ങളൊക്കെ ഈ അപ്ലൈ 900 പേജ് കോർട്ട് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞില്ല, അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിയും വേറെ ആളും കൂടി പറഞ്ഞതാണ്. പുള്ളിക്കാരി ഇപ്പം ജീവനോടെ ഇല്ല. അതെങ്ങനെ മരിച്ചു എന്നും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. അപ്പം നിങ്ങൾക്കൊരു തീരുമാനമാവും ഇതെന്താ ഇതിൽ കളിയെന്ന്. 2025 ഈ കൊല്ലം 2025 ഏപ്രിൽ 24 സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. പുള്ളിക്കാരി 3 കുട്ടികളുണ്ട്. പുള്ളിക്കാരി ഒരുപാട് ട്രോമ, ഒരുപാട് ഇതിലൊക്കെ കൂടെ കടന്നു പോയതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വെച്ചിട്ട് ഈ കുട്ടികളുടെ കസ്റ്റഡി ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭർത്താവുമായിട്ട്. അവർ ഡൈവേഴ്സ്ഡാണ്. അപ്പോൾ കുട്ടികളെ നോക്കാനുള്ളത് ഇവർക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ കസ്റ്റഡി ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിലാണ് മരിക്കുന്നത്. ജൂൺ 2025 ഇവർക്കൊരു കേസിൻ്റെ ഒരു ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കുട്ടികളുടെ കേസിന് വേണ്ടിയിട്ട്. 2025 ജൂണിൽ, 1 മാസം കഴിഞ്ഞിട്ട്, ഏപ്രിൽ മെയ് 2 മാസം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂയിസൈഡ് ചെയ്യുന്നത്. മാർച്ച് 30 24 മരിക്കുന്നു. അതിൻ്റെ ഒരു 10-25 ദിവസം മുന്നേ ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടു. കാറും സ്കൂൾ ബസ്സും കൂടെ ആക്സിഡൻ്റായി. കിഡ്നി ഫെയിലറിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, 4 ദിവസം കൂടി ഞാൻ ജീവനോടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മാർച്ച് 30. അത് കഴിഞ്ഞ് 25 ദിവസം സൂയിസൈഡ് ചെയ്തു. നത്തിങ് മേക്ക് സെൻസ്. നത്തിങ്. പുള്ളിക്കാരിയുടെ അച്ഛൻ സ്കൈ റോബർട്ട്സ് ദ പിയേഴ്സ് മോർഗൻ ഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ഉണ്ട് ബ്രിട്ടനിൽ. അപ്പോൾ അതിൽ വന്നിട്ട് ദേ ഗോട്ട് ഹെർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യം അത് അങ്ങനെ കുറച്ച് അലിഗേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ചെയ്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അലിഗേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പുള്ളിക്കാരി ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയും തെളിവ് കൊടുക്കാൻ പറ്റി. അതന്നെ വലിയ, അത്രയും കാലം അവർ ജീവനോടെ വെച്ചു, അതേ വലിയ കാര്യം. പുള്ളിക്കാരി ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇനി ബാക്കിയെ പേരറിയാത്ത ആൾക്കാരുണ്ടല്ലോ, അവരിനൊക്കെ എന്തൊക്കെ ഇവർ ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല. അവരിനൊക്കെ ചിലപ്പോൾ ഓൾറെഡി കൊന്നിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ അതാരൊക്കെയാണെന്ന്. ഈ കേസിൻ്റെ ഒരു കാര്യവും പുറത്ത് വരില്ല. അതിപ്പോൾ ഏകദേശം കൺഫേം ആയി. ട്രംപിൻ്റെ അപ്പൻ വിചാരിച്ചാലും നടക്കില്ല. എന്തായിരിക്കും അതിൽ? എന്തായിരിക്കും? What the fuck is in that, bro? ഇതാണ് എപ്സ്റ്റീൻ്റെ പരിപാടികൾ. ഒരുപാട് മറ്റേ ഈ അമേരിക്കക്കാർക്ക് എന്തെങ്കിലും കിട്ടിയ അറിയില്ല, അവരിങ്ങനെ കത്തി കാടിയേരി അങ്ങനെ എവിടെയെങ്കിലൊക്കെ എത്തും. നമ്മൾ അങ്ങനെ പോയിട്ടില്ല. നമ്മളൊരു ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്, ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് വേണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഉള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ചുമ്മാ ഇങ്ങനെ അത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷെ അത് ഇവിടെ ചെയ്തിട്ടില്ല ഇതുവരെ. വേണമെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു. നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. 4 പേര് വീഡിയോ ഒക്കെ ഒന്ന് കാണട്ടെ, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. എന്തെങ്കിലും ടോപ്പിക്കിൽ റെക്കമെൻഡേഷനോ ഏതെങ്കിലും ടോപ്പിക്കൊക്കെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. അപ്പോൾ